ഹായ് ഓൾ, എല്ലാവർക്കും ഐ-ട്യൂട്ടറിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സെക്ഷനുകളിൽ നമ്മൾ 2015 UPSCയുടെ PYQs ആണ് ഡിസ്കസ് ചെയ്തത്, സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2016 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതും നമ്മൾ 4 പാർട്ടായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 25 ക്വസ്റ്റ്യൻസ് ഇതുമായിരിക്കും നമ്മൾ ഓരോ പാർട്ടിലും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്, ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻ എത്ര മാർക്ക് വീതമാണ്? 2 മാർക്സ് വീതമാണ്. അങ്ങനെ ടോട്ടൽ 200 ആയിരിക്കും മാർക്ക്. ഇനി ഒരു ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയാൽ നമുക്ക് നെഗറ്റീവ് ക്വസ്റ്റ്യൻ എന്താണ് റോങ് ആയാൽ അതിന് നെഗറ്റീവ് മാർക്സ് ഉണ്ട്. സോ 1/3 ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ്റെ 1/3 ആയിരിക്കും എന്താ നെഗറ്റീവ് മാർക്ക് വരുന്നത്. അതായത് 66 ഓക്കെ, 0.66 മാർക്ക് എന്തായിരിക്കും ഡിഡക്റ്റ് ചെയ്യും ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് എന്തായാലും സ്ട്രേറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ 2016 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is or are correct? First statement, a bill pending in the Lok Sabha lapse on its prorogation. Okay, ഓരോ വേർഡ്സ് നമ്മൾ നോക്കുമ്പോൾ അത് ജസ്റ്റ് എന്താണ് നോക്കി പോകുക വേർഡ്സ് പറയുമ്പോൾ. Then second statement, a bill pending in Rajya Sabha which has not been passed by the Lok Sabha shall not lapses on its dissolution of the Lok Sabha. Select the correct answer using the code given below. Option A, 1 only. Option B, 2 only. Option C, both 1 and 2. Option D, neither 1 nor 2. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, എ ബിൽ പെൻഡിങ് ഇൻ ദ ലോക്സഭ ലാപ്സസ് ഓൺ ഇറ്റ്സ് പ്രൊറോഗേഷൻ ചെയ്യുമ്പോൾ എന്താണ്, ലോക്സഭ പ്രൊറോഗേഷൻ ആയാൽ അതിലുണ്ടായിരിക്കുന്ന എല്ലാ ബില്ലും എന്താണ്, ആ ലോക്സഭയിൽ പെൻഡിങ് ആയിരിക്കുന്ന എല്ലാ ബില്ലും ലാപ്സ് ആവുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. എന്താണ് ലോക്സഭയുടെ പ്രൊറോഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അത് ഒരു പാർലമെൻ്ററി സെഷൻ്റെ ഒഫീഷ്യലായിട്ടുള്ളൊരു എൻഡിങ് മാത്രമാണ്. ഓക്കെ, അതായത് ഫോർമലായിട്ടുള്ള എൻഡിങ് ആണെന്ത് പ്രൊറോഗേഷൻ എന്ന് പറയുന്നത്. ഫോർമൽ എൻഡിങ്. ഓക്കെ, ഫോർമൽ എൻഡിങ് ഓഫ് എ പാർലമെൻ്ററി സെക്ഷൻ ബൈ ഹൂം? ബൈ ദ പ്രസിഡൻറ്റ്. ഓക്കെ, ബൈ ഹൂം? ബൈ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, പ്രസിഡൻറ്റ് ഫോർമലായിട്ട് എന്താണ് ഒരു പാർലമെൻ്ററി സെക്ഷൻ എൻഡ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, പ്രൊറോഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ മറ്റൊരു കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്, ഡിസൊല്യൂഷൻ. ഓക്കെ, ഡിസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, ലോക്സഭ ഡിസോൾവ് ആവുന്നതിന് എന്താണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസൊല്യൂഷൻ ആണെങ്കിൽ എന്താണ് ഒരുപാട് ബിൽസ് ലാപ്സായി പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പ്രൊറോഗേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അത് ജസ്റ്റ് ഒരു ഫോർമൽ എൻഡിങ് മാത്രമാണ്. സോ പ്രൊറോഗേഷൻ വരുമ്പോൾ എന്താണ്, ആ ലോക്സഭയിൽ ഉണ്ടായിരിക്കുന്ന ബിൽസ് ഒന്നും പെൻഡിങ് ആകത്തില്ല. ഓക്കെ, പെൻഡിങ് ആയിട്ടുള്ള ബിൽസ് ഒന്നും ലാപ്സ് ആകത്തില്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, എ ബിൽ പെൻഡിങ് ഇൻ ദ രാജ്യസഭ which has not been passed by the Lok Sabha shall not lapse on dissolution of the Lok Sabha. That means എന്താണ്, ആ ബില്ല് ലോക്സഭയിൽ എത്തിയിട്ടില്ല. ഓക്കെ, രാജ്യസഭയിൽ പെൻഡിങ് ആണ് ആ ബില്ല്. വിച്ച് ഹാസ് നോട്ട് ബീൻ പാസ്ഡ് ബൈ ദ ലോക്സഭ. ഓക്കെ, ലോക്സഭയിൽ എത്തിയിട്ടില്ല. അപ്പോൾ ലോക്സഭയിൽ ടച്ച് ചെയ്യാത്ത ഒരു ബില്ല് എന്താണ്, ലോക്സഭ ലാപ്സ് ആയെന്ന് പറഞ്ഞാൽ, ലോക്സഭ ഡിസൊല്യൂഷൻ ആയെന്ന് പറഞ്ഞാൽ എന്താണ്, ലാപ്സ് ആവത്തില്ല. ഓക്കെ, സോ ലോക്സഭയിൽ ടച്ച് ചെയ്യുന്നെങ്കിൽ എന്താണ്, ആ ലോക്സഭ ഡിസോൾവ് ആയ ആ ബില്ലും ലാപ്സായി പോയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്, ആ ബില്ല് ലോക്സഭയിൽ എത്തിയിട്ടില്ല. ഓക്കെ, വിച്ച് ഹാസ് നോട്ട് ബീൻ പാസ്ഡ് ബൈ ദ ലോക്സഭ ആൻഡ് ദാറ്റ് ഷാൾ നോട്ട് ലാപ്സ് ഓൺ ഡിസൊല്യൂഷൻ ഓഫ് ദ ലോക്സഭ. ഓക്കെ, അങ്ങനത്തെ ഒരു ബില്ല് അല്ലെങ്കിൽ ലോക്സഭയിൽ എത്താത്തൊരു ബില്ല് എന്താണ്, ലോക്സഭ ഡിസോൾവ് ആയെന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ കാരണം എന്താണ്, ആ ബില്ല് ലാപ്സായി പോകത്തില്ല. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയായിരിക്കും. സോ ഇവിടെ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ ബി 2 only ആണ്. ഓക്കെ, സോ എ ബിൽ പെൻഡിങ് ഇൻ ദ ലോക്സഭ ലാപ്സ് ഓൺ ഇറ്റ്സ് പ്രൊറോഗേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, എ ബിൽ പെൻഡിങ് ഇൻ ദ രാജ്യസഭ വിച്ച് ഹാസ് നോട്ട് ബീൻ പാസ്ഡ് ബൈ ദ ലോക്സഭ ഷാൾ നോട്ട് ലാപ്സ് ഓൺ ദ ഡിസൊല്യൂഷൻ ഓഫ് ലോക്സഭ. ഓക്കെ, സോ ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ ബി 2 only ആയിരിക്കും. നമ്മളിത് നോക്കുമ്പോൾ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ജസ്റ്റ് കണ്ടീഷൻ ഫോർ ബിൽസ് ലാപ്സസ് ഓൺ ലോക്സഭ അതുകൂടി എന്താണ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ലോക്സഭയിൽ ഒരു ബില്ല് ലാപ്സ് ആവുന്നതിനുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും ഓക്കെ, പാർലമെൻറ്റിൽ ഒരു ബില്ല് ലാപ്സ് ആവുന്നതിനുള്ള കണ്ടീഷൻസ് കൂടി എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കി വയ്ക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ലോക്സഭയുടെയും അതുപോലെ രാജ്യസഭയുടെയും പറ്റിയുള്ള കോമൺ ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ പാർലമെൻ്ററി സിസ്റ്റം ഇൻക്ലൂഡിങ് ലോക്സഭ, രാജ്യസഭ ആൻഡ് പ്രസിഡൻറ്റ്, അവരെ പറ്റി കൂടി എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുക. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which of the following is or are the indicator or indicators used by the IFPRI to compute the Global Hunger Index report? Okay, അപ്പോൾ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റിപ്പോർട്ടിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്.
അതിൽ ഏതൊക്കെയാണെന്ത് ഇൻഡിക്കേറ്റർ ഓർ ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ബൈ ദ IFPRI ടു കമ്പ്യൂട്ട് ദ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്? ഫസ്റ്റ് വൺ അണ്ടർ നറിഷ്മെൻറ്റ്, സെക്കൻഡ് വൺ ചൈൽഡ് സ്റ്റണ്ടിങ്, തേർഡ് വൺ ചൈൽഡ് മോർട്ടാലിറ്റി. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണെന്ത് IFPRI ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിനെ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ എന്താണ്? ആൻസർ സി ആണ്. 1, 2, 3 ഇത് മൂന്നും എന്താണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിനെ കമ്പ്യൂട്ട് ചെയ്യാനായിട്ടല്ല, അതിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് എന്താണ് IFPRI കമ്പ്യൂട്ട് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കി പോവാം. എന്താണ് IFPRI എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ IFPRI എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് IFPRI എന്ന് പറയുന്നത്. സോ അതെന്താണ് മെയിനായിട്ട് 4 ഇൻഡിക്കേറ്റേഴ്സാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റിപ്പോർട്ടിൽ വച്ചിരിക്കുന്നത്. ഫസ്റ്റ് 3 ഈ പറയുന്നതൊക്കെ തന്നെയാണ് അണ്ടർ നറിഷ്മെൻറ്റ്, അതുപോലെ ചൈൽഡ് സ്റ്റാൻഡിങ്, അതുപോലെ ചൈൽഡ് മോർട്ടാലിറ്റി. ഇനി ഒന്നുകൂടി ഉണ്ടെന്ത് ചൈൽഡ് വേസ്റ്റിംഗ്. ഓക്കെ, സോ അങ്ങനെ 4 മെയിനായിട്ടുള്ള 4 ഇൻഡിക്കേറ്റേഴ്സാണ് എന്ത് ഈ IFPRI ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റിപ്പോർട്ടിൽ വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ 4 ജസ്റ്റ് നോക്കി വയ്ക്കുക. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ അണ്ടർ നറിഷ്മെൻറ്റ്, സെക്കൻഡ് വൺ ചൈൽഡ് സ്റ്റാൻഡിങ്, തേർഡ് വൺ ചൈൽഡ് മോർട്ടാലിറ്റി ആൻഡ് ഫൈനൽ വൺ ഈസ് ചൈൽഡ് വേസ്റ്റിംഗ്. ഓക്കെ, എന്താണ് IFPRI ഫുൾ ഫോം എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഫുഡ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ജസ്റ്റ് ഏതൊക്കെയാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് റിപ്പോർട്ടിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നോക്കി വയ്ക്കുക. അതുപോലെ വേറെ ഒരുപാട് എന്താണ് റിപ്പോർട്ട്സ്, ഇൻഡെക്സ് റിപ്പോർട്ട്സുകൾ കാണും. അതും കൂടെ എന്താണ് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ജസ്റ്റ് വായിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലുള്ള റിപ്പോർട്ട്സുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെയൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ അതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം ആരൊക്കെയാണ് പബ്ലിഷ് ചെയ്യുന്നത്, ഇതെല്ലാം എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ തേർഡ് ക്വസ്റ്റ്യൻ. There has been a persistent deficit budget year after year. Which action or actions of the following can be taken by the government to reduce the deficit? First one, reducing revenue expenditure. Second one, introducing new welfare schemes. Third one, rationalizing subsidies. Fourth one, reducing import duty. Select the correct answer using the code given below. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ 2015 ഓക്കെ 2015 UPSCയുടെ സെയിം ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നേക്കുന്നത്. ജസ്റ്റ് ഓപ്ഷൻസ് മാത്രമാണ് ഇവിടെ വ്യത്യാസമുള്ളത്. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ആയാലും അതുപോലെ ക്വസ്റ്റ്യൻ ആയാലും എന്താണ് സെയിം ആണ്. ഓക്കെ, സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത്. നോക്കി എന്താണ് ചോദിച്ചേക്കുന്നത്? എ പെർസിസ്റ്റൻറ്റ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഇയർ ആഫ്റ്റർ ഇയർ. ഓക്കെ, ഒരു ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആണ്. ദെൻ വിച്ച് ഓഫ് ദ ആക്ഷൻസ് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ടേക്കൻ ബൈ ദ ഗവൺമെൻറ് ടു റെഡ്യൂസ് ദ ഡെഫിസിറ്റ്. ഈ ഡെഫിസിറ്റ് കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ് എന്തൊക്കെ ചെയ്യണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഓൾറെഡി നഷ്ടത്തിലാണ്. അപ്പോൾ എന്താണ് നമുക്ക് എങ്ങനെ നഷ്ടം നികത്താമെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ഡെഫിസിറ്റ് വരുന്നത്? എങ്ങനെയായിരിക്കും? നമ്മുടെ റവന്യൂവിനെക്കാട്ടിയും കൂടുതൽ എന്ത് വരുന്നുണ്ട്? സ്പെൻഡിങ്. ഓക്കെ, റവന്യൂവിനെക്കാട്ടിയും കൂടുതൽ സ്പെൻഡിങ് വരുമ്പോഴാണ് നമുക്ക് നോർമലി ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, വരവ് കുറവും അതുപോലെ എന്താണ് ചിലവ് കൂടുതലും ആകുമ്പോഴാണ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് ആ ഡെഫിസിറ്റ് കുറയ്ക്കാനായിട്ട് റെഡ്യൂസ് ഡെഫിസിറ്റിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാനാകുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് നോക്കി റെഡ്യൂസിങ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓക്കെ, റവന്യൂ എക്സ്പെൻഡിച്ചർ ചിലവ് എന്താണ് നമ്മൾ കുറയ്ക്കുക. ഓക്കെ, ചിലവ് കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഡെഫിസിറ്റും നമുക്ക് കുറയും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണെന്ന് നമുക്കറിയാം. സെക്കൻഡ് വൺ, ഇൻട്രൊഡ്യൂസിങ് ന്യൂ വെൽഫെയർ സ്കീംസ്. പുതിയ വെൽഫെയർ സ്കീംസ് എന്ത് ചെയ്യുക? ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് ചിലവ് കുറയ്ക്കുമോ? കാരണം നമ്മളിപ്പോൾ ഒരു പുതിയ വെൽഫെയർ സ്കീംസ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നോർമലി അവർക്ക് എന്താണ് അതിലേക്ക് ഒരുപാട് ഫണ്ട്സ് ഇനിഷ്യലി എന്താണ് കൊടുക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ എന്താണ് ആ ഒരു വെൽഫെയർ സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ചിലവ് നമുക്ക് കൂടത്തേ ഉള്ളൂ. ഇപ്പോൾ ഉള്ള ചിലവിൽ നിന്ന് എന്താണ് വീണ്ടും കുറച്ചുകൂടി എമൗണ്ട് അതിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കേണ്ടി വരും. സോ അവിടെ എന്താണ് ചിലവ് കൂടും. സോ എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. തെറ്റാകുമ്പോൾ തന്നെ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഓപ്ഷൻ ബിയും ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ ഡിയും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ പിന്നെ ഉള്ളത് ഏതാണ്? 1 only, 1 and 3 only. അപ്പോൾ മൂന്നാമത്തെ മാത്രം ശരിയാണെന്ന് നോക്കിയാൽ മതി. ഇനി റാഷണലൈസിങ് സബ്സിഡീസ്. നമ്മളെന്താണ് സബ്സിഡീസിൻ്റെ എന്താണ് കുറയ്ക്കുമ്പോൾ നോർമലി എന്താണ് സബ്സിഡീസ് ഒരുപാട് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഗവൺമെൻറ്റിൽ നിന്ന് ആ പൈസ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷേ അത് റാഷണലൈസ് ചെയ്യുമ്പോൾ എന്താണ് വീണ്ടും അവിടെ എന്താണ് ചിലവ് കുറയുകയാണ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ ഡെഫിസിറ്റ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഇനി റെഡ്യൂസിങ് ഇമ്പോർട്ട് ഡ്യൂട്ടി എന്താണ്? നമുക്കിപ്പോൾ അറിയത്തില്ലെങ്കിൽ തന്നെ എന്താണ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാരണം അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്കില്ല, ഫോറും കൂടെ വരുന്നത്. സോ അതെന്തായിരിക്കും? തെറ്റാണ്. റെഡ്യൂസിങ് ഇമ്പോർട്ട് ഡ്യൂട്ടി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 1 and 3 only ആയി. ഓക്കെ,
സോ അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഡെഫിസിറ്റ് കുറയ്ക്കാനായിട്ട് എന്തെല്ലാം മാർഗ്ഗങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോസസ്സ് അത് ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്, ഇതെല്ലാം എന്താണ് ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഒരു ക്വസ്റ്റിന്. ഓക്കെ, നമ്മൾ എക്കണോമി റിലേറ്റഡുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ. The establishment of payment banks is being allowed in India to promote financial inclusion. Which of the following statement is or are correct in this context? Mobile telephone companies and supermarket chains that are owned and controlled by residents are eligible to be promoters of payment banks. Second one, payment banks can issue both credit cards and debit cards. Third statement, payment banks cannot undertake lending activities. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ 1 and 2 only, ഓപ്ഷൻ ബി 1 and 3 only, ഓപ്ഷൻ സി 2 and 3 only, ഓപ്ഷൻ സി 2 only, ഓപ്ഷൻ ഡി 1, 2 and 3. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ജസ്റ്റ് എലിമിനേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, പേയ്മെൻറ്റ് ബാങ്ക്സ് ക്യാൻ ഇഷ്യൂ ബോത്ത് ക്രെഡിറ്റ് കാർഡ്സ് ആൻഡ് ഡെബിറ്റ് കാർഡ്സ്. ഓക്കെ, ഈ ക്രെഡിറ്റ് കാർഡ്സും ഡെബിറ്റ് കാർഡ്സും എല്ലാ ബാങ്കിനും എന്താണ് കൊടുക്കാനായിട്ട് പറ്റുന്നതല്ല. ഓക്കെ, ഈവൻ ക്രെഡിറ്റ് കാർഡ്സ് എന്താണ്, ക്രെഡിറ്റ് കാർഡ്സ് എല്ലാ ബാങ്കിനും കൊടുക്കുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഡെബിറ്റ് കാർഡ്സ് എന്താണ് വീണ്ടും കൊടുക്കാതിരിക്കും. ഓക്കെ, ചില ബാങ്കുകൾ എന്താണ് ഡെപ്പോസിറ്റ് കാര്യങ്ങളുണ്ടെന്നാണ് ഡെബിറ്റ് കാർഡ്സ് അവർക്ക് കൊടുക്കാം. പക്ഷേ ക്രെഡിറ്റ് കാർഡ്സ് കൊടുക്കുക എന്നുള്ളത് എന്താണ് എല്ലാ ബാങ്കിനും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അതായത് ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി അവിടെ കൊടുക്കുകയാണ്. എന്താണ് എല്ലാ ബാങ്ക്സും എന്താണ് ക്രെഡിറ്റ് ആയിട്ട് ആൾക്കാർക്ക് പൈസ കൊടുത്താൽ എന്താണ് അത് ചിലപ്പോൾ ഇൻഫ്ലേഷൻ കൂടാൻ കാരണമോ അല്ലെന്താണ് നമ്മുടെ എക്കോണമി തന്നെ ഒരുപാട് മോശമായിട്ട് ബാധിക്കാം. സോ ക്രെഡിറ്റ് കാർഡ്സ് എന്താണ് എല്ലാ ബാങ്ക്സും കൊടുക്കാറില്ല. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റാണെന്ന് ജസ്റ്റ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തത്. കാരണം എല്ലാ പേയ്മെൻറ്റ് ബാങ്ക്സ് ഒക്കെ എന്താണ് ക്രെഡിറ്റ് കാർഡ്സ് കൊടുത്തു തുടങ്ങിയാൽ എന്തായിരിക്കും ഒരുപാട് എന്താണ് ക്രെഡിറ്റ്സ് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ എന്താണ് ക്രെഡിറ്റ് കാർഡ്സ് വളരെ ചില ബാങ്കുകൾ മാത്രമേ കൊടുക്കത്തുള്ളൂ. അതുപോലെ എന്താണ് ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ അതിന് കുറേ ക്രൈറ്റീരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ ക്യാൻസൽ ചെയ്താൽ രണ്ടുള്ള ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലായാൽ തന്നെ നമുക്ക് എന്താണ് ആൻസർ അതിൽ നിന്ന് കിട്ടും. ആൻസർ ഏതായിരിക്കും? ബി 1 and 3 only ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? മൊബൈൽ ടെലിഫോൺ കമ്പനീസ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് ചെയിൻസ്, മൊബൈൽ ടെലിഫോൺ കമ്പനീസ് ആൻഡ് സൂപ്പർ മാർക്കറ്റ് ചെയിൻസ് that are owned and controlled by residents are eligible to be promoters of payment bank. ആൻഡ് നെക്സ്റ്റ് വരുന്നത് എന്താണ്? പേയ്മെൻറ്റ് ബാങ്ക്സ് കനോട്ട് അണ്ടർടേക്ക് ലെൻഡിങ് ആക്ടിവിറ്റീസ്. ഓക്കെ, അവർക്ക് എന്താണ് ലെൻഡിങ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, സോ പേയ്മെൻറ്റ് ബാങ്ക്സ് കനോട്ട് അണ്ടർടേക്ക് ലെൻഡിങ് ആക്ടിവിറ്റീസ്. ഇത് രണ്ടും എന്താണ് പേയ്മെൻറ്റ് ബാങ്കിനെ പറ്റി പറയുന്നത്. ഓക്കെ, ദെൻ പേയ്മെൻറ്റ് ബാങ്ക്സ് എന്താണ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ദേ ക്യാൻ ഇഷ്യൂ ഡെബിറ്റ് കാർഡ്സ്. ഓക്കെ, ഡെബിറ്റ് കാർഡ്സ്. ഓക്കെ, ദേ ക്യാൻ ഇഷ്യൂ ഡെബിറ്റ് കാർഡ്സ്. ഇത് കൂടാതെ എന്താണ് ഇവിടുത്തെ ഈ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മാക്സിമം ഡെപ്പോസിറ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 2 lakhs പെർ കസ്റ്റമറാണ്. ഓക്കെ, 2 lakhs പെർ കസ്റ്റമറാണ്. ഇനി ഇത് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ക്രിയേറ്റഡ് ബൈ നോർമലി ആരായിരിക്കും? ബൈ RBI ആണ്. ഓക്കെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്തിനു വേണ്ടി? ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് RBI തുടങ്ങിയതാണ്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെബിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാൻ പറ്റും, ബട്ട് നോട്ട് ക്രെഡിറ്റ് കാർഡ്സ്. ദെൻ ഡെപ്പോസിറ്റ് ലിമിറ്റ് എത്രയാണ്? 2 lakhs പെർ കസ്റ്റമറാണ്. ദെൻ ക്രിയേറ്റഡ് ബൈ RBI ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഇനി ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് RBI സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, സോ അതാണ് പേയ്മെൻറ്റ് ബാങ്ക്സിനെ പറ്റിയുള്ളത്. ജസ്റ്റ് ആ ഒരു ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകളും കൂടെ നോക്കി വയ്ക്കുക. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കി വയ്ക്കുക. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് തെറ്റാൻ കാരണം ഇവിടെ എന്താണ് ക്രെഡിറ്റ് കാർഡ്സ് ആണ് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്തത്. അതുകൂടി നോക്കി വയ്ക്കുക. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റാണെന്ന് മനസ്സിലായാൽ തന്നെ അത് എലിമിനേറ്റ് ചെയ്ത് ബാക്കി ആൻസറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. സോ അതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ലൈഫൈ റീസെൻ്റ്ലി ഇൻ ദ ന്യൂസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്. സോ ലൈഫൈയെ പറ്റിയാണ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. It uses light as a medium for high-speed data transmission. It is a wireless technology and is several times faster than the Wi-Fi. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 2. നോക്കി, ലൈഫൈ എന്നാണ് ചോദിച്ചത്. എന്താണ് ലൈഫൈ എന്ന് വെച്ചാൽ? വൈഫൈ നമുക്കറിയാം വയർലെസ് ആയിട്ടുള്ള. അപ്പോൾ ലൈഫൈ എന്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? എന്താണ്? ഇറ്റ് യൂസസ് ലൈറ്റ് ആസ് ദ മീഡിയം ഫോർ ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്മിഷൻ. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കുമ്പോൾ ശരിയാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണ് ലൈഫൈ ആണ്, ലൈറ്റാണ് എന്താ ഇവിടെ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ എന്താണ് ഹൈ സ്പീഡ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്മിഷനാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്വാഭാവികമായിട്ടും ശരിയായിട്ടുള്ളതാണ്.
ഇനി ഇറ്റ് ഈസ് എ വയർലെസ് ടെക്നോളജി ആൻഡ് ഈസ് സെവറൽ ടൈംസ് ഫാസ്റ്റർ ദാൻ വൈഫൈ. ഓക്കെ, സോ നമുക്കറിയാം ലൈറ്റ് നോർമലി എന്താണ് ഫാസ്റ്റ് ആണ്. ഓക്കെ, ലൈറ്റ് എന്ന് പറയുന്നതിന് ഏറ്റവും ലൈറ്റിനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഇതെന്താണ്, അത് ഭയങ്കര ഫാസ്റ്റ് ആണ്. സോ അതുപോലെ ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ വിചാരിച്ച് ജസ്റ്റ് എന്താണ് കോമൺ ആയിട്ട് ചിന്തിച്ചാൽ നോർമൽ എന്തായിരിക്കും, അപ്പോൾ വൈഫൈ കാട്ടി എന്തായിരിക്കും നല്ല സ്പീഡ് കാണും എന്നൊരു കൺസെപ്റ്റിലോട്ട് നമുക്ക് എത്താം. സോ അത് എന്താണ് ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്, ബോത്ത് 1 and 2 ആണ്. അപ്പോൾ ലൈഫൈ വരുമ്പോൾ എന്താണ് ബോത്ത് 1 and 2 ആണ് വരുന്നത്. അപ്പോൾ ലൈഫൈയുടെ മീഡിയം ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്, വിസിബിൾ ലൈറ്റ് ആണ്. ഓക്കെ, വിസിബിൾ ലൈറ്റ് ആണ്. ഇനി ഇത് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാം, ഇത് എയർക്രാഫ്റ്റ് ക്യാരിയേഴ്സ്, അതുപോലെ ഹോസ്പിറ്റൽ, ഹസാർഡസ് എൻവയോൺമെൻറ്റ്, ഇവിടെ എല്ലാം എന്താണ് നമുക്ക് ഈ ഒരു ലൈഫൈ എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എയർക്രാഫ്റ്റ് ക്യാബിൻസിലായാലും അല്ലെങ്കിൽ ഹോസ്പിറ്റലായാലും ഹസാർഡസ് എൻവയോൺമെൻറ്റ്സിലായാലും ഇവിടെയൊക്കെ എന്താണ് വൈഫൈ കിട്ടാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിലൊക്കെ എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഈ ലൈഫൈ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതുകൂടാതെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇറ്റ്സ് എ വയർലെസ് ടെക്നോളജി ആൻഡ് സെവറൽ ടൈംസ് ഫാസ്റ്റർ ദാൻ വൈഫൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെവറൽ ടൈംസ് എന്ന് വെച്ചാൽ എത്രയാണ്, ഏകദേശം 100x അല്ലെങ്കിൽ എന്താണ് 100 ടൈംസ് എന്താണ് ഇത് നോർമൽ വൈഫൈ കാട്ടി ഫാസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇത് എടുക്കുമ്പോൾ എന്താണ് ഇതിന് അഡ്വാൻറ്റേജസ് ഉള്ള പോലെ എന്താണ് ഒരുപാട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമ്മൾ പറഞ്ഞു എന്താണ് ലൈറ്റാണ് മീഡിയം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും എന്താണ് ഇത് പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ഇത് പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം, എപ്പോഴും ലൈറ്റ് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലൈഫൈ എന്നുള്ള ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി എന്താണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ലൈറ്റ് ഇല്ലാത്ത ടൈമിൽ എന്താണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇനി എന്തായിരിക്കും, ലിമിറ്റഡ് കവറേജ് ഏരിയ ആയിരിക്കും. ഓക്കെ, ഇത്ര ഒരു കവറേജ് ഏരിയ എന്ന് പറയുന്നത് ഒരു വെറും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് മാത്രമായിരിക്കും. അതുകൂടാതെ എന്തുണ്ട്, ഇതിന് വാൾസ് അതുപോലെ ലൈറ്റിന് എന്താണ് വാൾസ് അല്ലെങ്കിൽ എന്താണ് ലൈറ്റ് കടത്തിവിടാത്ത വസ്തുക്കളിലൂടെ എന്താണ് കടന്നു പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ് എന്തെങ്കിലും ഒരു വോളോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു ബാരിയറോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്താണ് അവിടെ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ല. സോ അങ്ങനത്തെ കുറച്ച് ഡീമെറിറ്റ്സും കൂടി ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി ജസ്റ്റ് നോക്കി പോവുക, എന്തൊക്കെയാണ് ലൈഫൈക്കുള്ള ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ വൈഫൈ അപേക്ഷിച്ച് എങ്ങനെയൊക്കെയാണ് അത് അഡ്വാൻറ്റേജ് ആവുന്നത് അതുപോലെ ഡിസഡ്വാൻറ്റേജ് ആവുന്നത്. ഓക്കെ, അത് രണ്ടും കൂടി നോക്കി പോകാം. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ, the term intended nationally determined contributions is sometimes seen in the news in the context of, അപ്പോൾ എന്താണ് ഒരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. the term intended nationally determined contributions sometimes seen in the news in the context of option A, pledges made by the European countries to rehabilitate refugees from the war affected Middle East. Second one, plan of action outlined by the countries of the world to combat climate change. Third one, capital contributed by the member countries in the establishment of Asian Infrastructure Investment Bank. Fourth one, plan of action outlined by the countries of the world regarding sustainable development goals. അപ്പോൾ ഏതാണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇൻറ്റൻഡഡ് നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, INDC ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ആൻസർ വരുന്നത്, ബി ആണ്. ഇറ്റ്സ് എ പ്ലാൻ ഓഫ് ആക്ഷൻ ഔട്ട്ലൈൻഡ് ബൈ ദ കൺട്രീസ് ഓഫ് ദ വേൾഡ് ടു കോമ്പാക്ട് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ചിനെ കോമ്പാക്ട് ചെയ്യാനുള്ള ഒരു ഇതാണ്. ഇത് ഏതിൻ്റെ കീഴിലാണ്, UNFCCCയുടെ കീഴിലാണ്. ഓക്കെ, അതായത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതിൻ്റെ കീഴിലാണ് ഇത് ഈ INDC വരുന്നത്. ഓക്കെ, സോ അത് നോക്കി വയ്ക്കുക, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഇതെന്താണ് ചെയ്യുന്നത്, ഇതിൽ ഈച്ച് കൺട്രി ഈ ഒരു ടൈം അല്ലെങ്കിൽ എന്താണ് ഈ ഒരു കോൺട്രിബ്യൂഷൻസിൽ അല്ലെങ്കിൽ ഇതിൽ ഉള്ള എല്ലാ കൺട്രീസും എന്ത് ചെയ്യണം, ദേ ഹാവ് ടു റെഡ്യൂസ് നാഷണൽ എമിഷൻസ് ആൻഡ് അഡാപ്റ്റ് ദ ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, സോ അവരെന്താണ് നാഷണൽ എമിഷൻസ് അല്ലെങ്കിൽ എന്താണ് അവിടെ നാഷണൽ എന്നുള്ള അവരുടെ കൺട്രീസിലുള്ള എമിഷൻസ് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു അഡാപ്റ്റ് ദ ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്ട്സ് എന്താണ് അഡാപ്റ്റ് ചെയ്യണം. സോ INDC ആണ്. അതുപോലെ ഏത് ബോഡിയാണ്, UNFCCC ആണെന്ത്, FCCC ആണെന്ത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് 6th ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following is a purpose of Uday, a scheme of the government? Again, current affairs related question ആണ്. Uday, providing technical and financial assistance to startup entrepreneurs in the field of renewable source of energy. Second one, providing electricity to every household in the country by 2018. Replacing the coal-based power plants with natural gas, nuclear, solar, wind and tidal power plants over a period of time. Fourth one, D, providing for financial turnaround and revival of power distribution companies. അപ്പോൾ ഏതാണ് ശരിയെന്ന് പറയുന്നത്, ആൻസർ ഡി ആണ്. പ്രൊവൈഡിങ് ഫോർ ഫിനാൻഷ്യൽ ടേൺ അറൗണ്ട് ആൻഡ് റിവൈവൽ ഓഫ് പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ്. ഏതാണെന്ത് ഉദയ് സ്കീമിൽ വരുന്നത്. ഉദയ് സ്കീം എന്ന് വെച്ചാൽ എന്താണ് ഫുൾ ഫോം വരുന്നത്,
ഉജ്ജൽ ഡിസ്കോം അഷുറൻസ് യോജന. ഓക്കെ, അതാണ് ഉദയ് സ്കീം എന്ന് പറയുന്നത്. ഉജ്ജൽ ഡിസ്കോം അഷുറൻസ് യോജന. ഓക്കെ, ദാറ്റ് ഈസ് ഉദയ്. ആരാണ് ഇത് ലോഞ്ച് ചെയ്തത്? മിനിസ്ട്രി ഓഫ് പവർ. ഓക്കെ, മിനിസ്ട്രി ഓഫ് പവർ ഇൻ 2015. 2015 എന്താണ് മിനിസ്ട്രി ഓഫ് പവർ ആണെന്ത് ഇത് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഓക്കെ, ഉജ്ജൽ ഡിസ്കോം അഷുറൻസ് യോജന എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇവർ മെയിനായിട്ട് എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? പ്രൊവൈഡിങ് ഫോർ ഫിനാൻഷ്യൽ ടേൺ അറൗണ്ട് ഓഫ് റിവൈലിംഗ് പവർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പവറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ എനർജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് ഇവർ ചെയ്യുന്നത്? സോ എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ എന്താണ് എന്തൊക്കെയായിരിക്കും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്? ഈ ഒരു സ്കീം വഴി എന്തൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഇതെല്ലാം എന്താണ് ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നോക്കി പോവുക. ഓക്കെ, ഉജ്ജൽ ഡിസ്കോം അഷുറൻസ് യോജന അല്ലെങ്കിൽ ഉദയ് സ്കീമിൻ്റെ എയിംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ എന്തൊക്കെ ഫംഗ്ഷനാണ് ചെയ്യുന്നത്, ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്, ഇതെല്ലാം എന്താണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ കൂടെ നോക്കി പോകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൂടി ഒന്ന് നോക്കുക. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു IFC മസാല ബോണ്ട്സ് സംടൈംസ് സീൻ ഇൻ ദ ന്യൂസ്, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ ബിലോ ഈസ് ഓർ ആർ കറക്റ്റ്? First one, the International Finance Corporation, which offers these bonds, is an arm of the World Bank. Second one, they are rupee-denominated bonds and a source of debt financing for the public and private sector bank. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 2. ഓക്കെ, നോക്കി വിത്ത് റെഫറൻസ് ടു IFC മസാല ബോണ്ട്സ്. ഓക്കെ, IFC മസാല ബോണ്ട്സിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ് IFC എന്ന് വെച്ചാൽ? IFC എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ്. ഓക്കെ, ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? IFC എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇത്? വേൾഡ് ബാങ്കിൻ്റെ ഒരു ആമാണ്. ഓക്കെ, ഇറ്റ്സ് എൻ ആം ഓഫ് വേൾഡ് ബാങ്ക്. ഓക്കെ, ഈ IFC അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വേൾഡ് ബാങ്കിൻ്റെ ഒരു ആമാണ്. അപ്പോൾ ഈ IFC മസാല ബോണ്ട് സംടൈംസ് ഇൻ ന്യൂസ്, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? ഫസ്റ്റ് ഓൺ ദ ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ വിച്ച് ഓഫേഴ്സ് ദീസ് ബോണ്ട്സ് ഈസ് ആൻ ആം ഓഫ് വേൾഡ് ബാങ്ക്. സോ നമ്മൾ പറഞ്ഞു എന്താണ് വേൾഡ് ബാങ്കിൻ്റെ ഒരു ആമാണ്. സോ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദേ ആർ റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്സ് ആൻഡ് ആർ എ സോഴ്സ് ഓഫ് ഡെപ്റ്റ് ഫിനാൻസിങ് ഫോർ ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ഓക്കെ, സോ IFC മസാല ബോണ്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? അതൊരു റുപ്പി ഡിനോമിനേറ്റഡ് ആയിട്ടുള്ള ബോണ്ട്സ് ആണ്. ആൻഡ് ആർ സോഴ്സ് ഓഫ് ഡെപ്റ്റ് ഫിനാൻസിങ് ഫോർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ്. അപ്പോൾ IFC മസാല ബോണ്ട്സിനെ പറ്റി നോക്കുക. ഇത് വേൾഡ് ബാങ്കിൻ്റെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്താണ് വേൾഡ് ബാങ്കിൻ്റെ ഒരു ആമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള വേറെ ഏതൊക്കെ ആംസ് വേൾഡ് ബാങ്കിനുണ്ട്? ഓക്കെ, ദർ ആർ 5. വീണ്ടും എന്താണ് ഇത് കൂടാതെ 5 ആംസും കൂടെ വേൾഡ് ബാങ്കിനുണ്ട്. അതായത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ IBRD എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതാണ് IBRD. ദെൻ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്. ഓക്കെ, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ IDA, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ. ദെൻ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്? ഏതാണ്? ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. ഓക്കെ, ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ, അതാണ് IFC വരുന്നത്. ഇനി എന്താണ്? മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി. മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്യാരണ്ടി ഏജൻസി. ഓക്കെ, അതാണ് 4ാമത്തെ ഇത് പറയുന്നത്. ഇനി 5ാമത്തെ ഉണ്ട് ICSID. ഓക്കെ, മുകളിൽ എഴുതാം. ഓക്കെ, ICSID എന്ന് വെച്ചാൽ എന്താണ്? ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്പ്യൂട്ട്സ്, അതാണ് എന്ത്? ICSID എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും എന്താണ്? വേൾഡ് ബാങ്കിൻ്റെ 5 ആംസ് ആണ്. ഓക്കെ, IBRD, IDA, IFC, ദെൻ MIGA, ദെൻ ICSID. ഇത് ഇത്രയാണ് വേൾഡ് ബാങ്ക്സിൻ്റെ 5 ആംസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് മസാല ബോണ്ട്സ് എന്താണെന്ന് നമ്മൾ അറിയണം. ഓക്കെ, IFC മസാല ബോണ്ട്സ് ആണ് പറയുന്നത്. അതായത് എന്താണ്? ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ്റെ മസാല ബോണ്ട്സിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് മസാല ബോണ്ട്സ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക. മസാല ബോണ്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ബോണ്ട്സ് ഇഷ്യൂഡ് ഇൻ ഫോറിൻ കൺട്രീസ് ബട്ട് ഡിനോമിനേറ്റഡ് ഇൻ ദ ഇന്ത്യൻ റുപ്പീസ്. ഓക്കെ, അതായത് ബോണ്ട്സ് ഇഷ്യൂഡ് ഇൻ ഫോറിൻ കൺട്രീസ്. ഇപ്പോൾ എവിടെയായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്? ബോണ്ട്സ് ഇഷ്യൂഡ് ഇൻ ഫോറിൻ കൺട്രീസ്. അപ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്ന എവിടെയായിരിക്കും? ഫോറിൻ കൺട്രീസിലായിരിക്കും. ബട്ട് ഏത് റുപ്പിയിലായിരിക്കും? ഇന്ത്യൻ റുപ്പിയിലായിരിക്കും. ഓക്കെ, ഇന്ത്യൻ റുപ്പിയിലായിരിക്കും. ഇന്ത്യൻ റുപ്പിയിൽ ഫോറിൻ കൺട്രീസിൽ ഇഷ്യൂ ചെയ്യുന്ന ബോണ്ട്സിനാണ് എന്ത്? മസാല ബോണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്യൂർ ആരായിരിക്കും? ഒരു ഇന്ത്യൻ കമ്പനിയോ അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്കോ ഇൻസ്റ്റിറ്റ്യൂഷനോ ആയിരിക്കും. ഓക്കെ, ഇന്ത്യൻ ബാങ്ക്സോ ഇന്ത്യൻ കമ്പനീസോ ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടേഴ്സോ എന്തായാലും ഓക്കെ ഇന്ത്യൻ കമ്പനീസ് ആയിരിക്കും എന്ത്? ഇതിൻ്റെ ഇഷ്യൂർ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സ് എവിടെയായിരിക്കും? ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ഇനി കറൻസി ഏതായിരിക്കും? ഇന്ത്യൻ റുപ്പി ആയിരിക്കും. ഓക്കെ, സോ വിച്ച് ഈസ് ഇഷ്യൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, ഇഷ്യൂഡ് ഔട്ട്സൈഡ് ഇന്ത്യ.
അപ്പോൾ എന്താണ് മസാല ബോൺസ് എന്ന് വെച്ചാൽ? മസാല ബോൺസ് എന്ന് വെച്ചാൽ ബോൺസ് ഇഷ്യൂഡ് ഇൻ ഫോറിൻ കൺട്രീസ് ബട്ട് ഡിനോമിനേറ്റഡ് ഇൻ ഇന്ത്യൻ റുപ്പീസ്, നോട്ട് ഇൻ ഫോറിൻ കറൻസീസ്. ഓക്കെ, സോ അതാണ് മസാല ബോൺസ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കി വയ്ക്കുക. ബോത്ത് 1 and 2 ആണ് ആൻസർ വരുന്നത്. അതുപോലെ വേൾഡ് ബാങ്കിൻ്റെ മറ്റ് ആംസും കൂടി നോക്കി വയ്ക്കുക. അതിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ എന്താണ്, അവരെന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അത് ജസ്റ്റ് നോക്കി വയ്ക്കുക. 9th ക്വസ്റ്റ്യൻ നോക്കാം. Regarding the taxation system of Krishnadeva, the ruler of Vijayanagara Empire, consider the following statement. The tax rate on land was fixed depending on the quality of the land. Second statement, private owners of workshops paid an industry's tax. Okay, അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇത് ഏത് എംപയറിനെ പറ്റിയാണ് പറയുന്നത്? വിജയനഗര എംപയറിനെ പറ്റിയാണ് പറയുന്നത്. വിജയനഗര എംപയറിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് പറയാവുന്നത് എന്താണ്? ഇവിടെ ഒരു ഒപ്രസീവ് ടാക്സേഷൻ പോളിസി ഉണ്ടായിരുന്നു. ഓക്കെ, വിജയനഗര എംപയറിൽ എന്താണ് ഒരു ഒപ്രസീവ് ടാക്സേഷൻ പോളിസി ഉണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു പോയിന്റ് നമുക്ക് അറിയാമെങ്കിൽ തന്നെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കാൻ പറ്റും. ദ ടാക്സ് റേറ്റ് ഓൺ ദ ലാൻഡ് വാസ് ഫിക്സഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ ലാൻഡ്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, ടാക്സ് റേറ്റ് എന്താണ് ഫിക്സഡ് ആയിരുന്നു ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ ലാൻഡ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതുകൂടാതെ പ്രൈവറ്റ് ഓണേഴ്സ് ഓഫ് വർക്ക്ഷോപ്സ് പെയ്ഡ് ആൻഡ് ഇൻഡസ്ട്രീസ് ടാക്സ്. സോ ടാക്സിൻ്റെ കാര്യം വരുമ്പോൾ എന്താണ് മോസ്റ്റ്ലി വിജയനഗര റൂളേഴ്സ് ഒരു ഒപ്രസീവ് ആയിട്ടുള്ള ടാക്സേഷൻ പോളിസിയാണ് കീപ്പ് ചെയ്യുന്നത്. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ബോത്ത് 1 and 2 ആണ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ എന്താണ് ഈ ഒരു എംപയറിനെ പറ്റി പഠിക്കുമ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് എന്താണ് ആൻഷ്യൻ്റ് ഇന്ത്യ അതുപോലെ എന്താണ് മിഡീവലും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ വിജയനഗര എംപയറിനെ പറ്റി നോക്കുമ്പോൾ എന്താണ് ജസ്റ്റ് അവിടുത്തെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ആൻഷ്യൻ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുക. എന്തൊക്കെയാണ് അവിടുത്തെ ആർട്ട് കൾച്ചർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ തന്നെ എന്താണ് സദേൺ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചറിൽ മറ്റുമൊക്കെ എന്താണ് വിജയനഗര എംപയറിന് അല്ലെങ്കിൽ വിജയനഗരത്തിന് എന്താണ് വലിയ ഒരു പങ്കുണ്ട്. അവിടുത്തെ ആർട്ടായാലും ആർക്കിടെക്ചർ ആയാലും അല്ലെങ്കിൽ എന്താണ് ബാക്കി കാര്യങ്ങളിലൊക്കെ ആയാലും. അപ്പോൾ എന്താണ് ഇവിടുത്തെ ടാക്സേഷൻ സിസ്റ്റംസ് അല്ലെങ്കിൽ എന്താണ് റൂളിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, റൂളേഴ്സ് ആരൊക്കെയായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ആരൊക്കെയായിരുന്നു, അവരുടെ സിസ്റ്റംസ് ഒക്കെ എങ്ങനെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ് ജസ്റ്റ് നോക്കി പോകുന്നത് നല്ലതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ. ഓക്കെ, സോ ഇവിടെ എന്താണ് ടാക്സേഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് എങ്ങനെയാണ് അവിടുത്തെ ടാക്സ് റേറ്റ് ഓൺ ലാൻഡ് വാസ് ഫിക്സഡ് ആയിരുന്നു. അതുകൂടാതെ എന്താണ് പ്രൈവറ്റ് ഓണേഴ്സ് ഇൻഡസ്ട്രിയൽ ടാക്സ് പേഡ് ചെയ്തിരുന്നു. ഓക്കെ, കൂടാതെ എപ്പോഴും എന്താണ് വിജയനഗര എംപയേഴ്സ് ഒരു ഒപ്രസീവ് ടാക്സ് ആണ് അല്ലെങ്കിൽ ഒപ്രസീവ് ടാക്സേഷൻ പോളിസിയാണ് കീപ്പ് ചെയ്യുന്നതെന്ന് കൂടെ ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ. Which one of the following books of ancient India has the love story of the son of founder of Shunga dynasty? Okay, so son of the founder of Shunga dynasty. അപ്പോൾ ആരായിരുന്നു ശുംഗ ഡൈനസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് നമുക്കറിയണം. ഓക്കെ, ശുംഗ ഡൈനസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ്, അതുപോലെ എന്താണ് അദ്ദേഹത്തിൻ്റെ സൺ ആരാണ്. സോ അവരുടെ ലവ് സ്റ്റോറിയെ പറ്റി പറയുന്ന ബുക്സ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സ്വപ്ന വാസവദത്ത, ഓപ്ഷൻ ബി മാളവിക അഗ്നിമിത്ര, ഓപ്ഷൻ സി മേഘദൂത, ഓപ്ഷൻ ഡി രത്നാവലി. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി മാളവിക അഗ്നിമിത്രയാണെന്ത് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, സോ ശുംഗ ഡൈനസ്റ്റിയുടെ ഫൗണ്ടർ ആരായിരുന്നു? ഇറ്റ്സ് പുഷ്യമിത്ര. ഓക്കെ, പുഷ്യമിത്ര ശുംഗനാണെന്ത് ശുംഗ ഡൈനസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ മാളവിക അഗ്നിമിത്രത്തിൽ എന്താണ് പറയുന്നത്? പുഷ്യമിത്ര ശുംഗൻ്റെ സണ്ണായിട്ടില്ല. ഓക്കെ, ശുംഗ ഡൈനസ്റ്റിയുടെ ശുംഗ ഡൈനസ്റ്റിയുടെ ഫൗണ്ടറായ പുഷ്യമിത്ര ശുംഗൻ്റെ സൺ. ഓക്കെ, സണ്ണും അതുപോലെ എന്താണ് മാളവിക എന്ന് പറയുന്ന ഒരു ലേഡി ആയിട്ടുള്ള ലവ് സ്റ്റോറി. ഓക്കെ, അതാണെന്ത് മാളവിക അഗ്നിമിത്ര പറയുന്നത്. ആരാണിത് എഴുതിയത്? ഇറ്റ്സ് എ പ്ലേ ബൈ കാളിദാസ. ഓക്കെ, കാളിദാസ 5th century CE കാളിദാസ എഴുതിയതാണ് ഇത്. 5th century CE കാളിദാസ എഴുതിയ പ്ലേ ആണ് എന്ന് പറയുന്നത് മാളവിക അഗ്നിമിത്ര എന്ന് പറയുന്നത്. ഓക്കെ, സോ ലവ് സ്റ്റോറി ഓഫ് കിങ് അഗ്നിമിത്ര. ഓക്കെ, കിങ് അഗ്നിമിത്രയും അതുപോലെ ആരെയും തമ്മിലുള്ള അഗ്നിമിത്രയും മാളവികയും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഏതെന്ന് പറയുന്നത് മാളവിക അഗ്നിമിത്ര. ഓക്കെ, സോ ശുംഗ ഡൈനസ്റ്റി നമ്മൾ പറഞ്ഞു ആരാണ് ഫൗണ്ടർ? പുഷ്യമിത്ര ശുംഗയാണ്. പുഷ്യമിത്ര ശുംഗൻ്റെ സണ്ണാണ് ആരെന്ന് പറയുന്നത് അഗ്നിമിത്ര. സോ ഇറ്റ്സ് എ പ്ലേ റിട്ടൺ ബൈ കാളിദാസ ഇൻ 5th century CE. ഓക്കെ, സോ അതാണ് മാളവിക അഗ്നിമിത്ര. സോ ഇനി ഇത് നോക്കുമ്പോൾ തന്നെ എന്താണ് ബാക്കി ഓപ്ഷൻസ് കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകുക. അതായത് സ്വപ്ന വാസവദത്ത ആരാണ് എഴുതിയത്? സ്വപ്ന വാസവദത്ത റിട്ടൺ ബൈ ഭാസ. ഓക്കെ, ഭാസയാണ് സ്വപ്ന വാസവദത്ത എഴുതി. എന്താണ് സാൻസ്ക്രിറ്റ് പ്ലേ ആണ്. സാൻസ്ക്രിറ്റ് പ്ലേ ആണ് സ്വപ്ന വാസവദത്ത. ഇതിൽ പറയുന്നത് എന്താണ്? ഉദയന കിങ് ഉദയനയും അതുപോലെ എന്താണ് വാസവദത്തയും തമ്മിലുള്ള
ലവ് സ്റ്റോറിയാണ്. ഓക്കെ, കിങ് ഉദയനെയും അതുപോലെ വാസുദേവത്തെയും തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ് ഏതിലെന്ന് പറയുന്നത് സ്വപ്ന വാസുദേവത്തിൽ വരുന്നത്. കിങ് ഉദയൻ ആരാണ് നമുക്കറിയാം, വത്സ ഡൈനസ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കിങ് ആണ് ഇത്, കിങ് ഉദയനാണ്. സോ കിങ് ഉദയനെയും അതുപോലെ എന്താണ് വാസുദേവത്തെയും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഏതിൽ വരുന്നത്, സ്വപ്ന വാസുദേവത്തിൽ വരുന്നത്, റിട്ടൺ ബൈ ഭാസ. ഇറ്റ്സ് എ സാൻസ്ക്രിറ്റ് പ്ലേ ആണ്. ഇനി മേഘദൂത നമുക്കറിയാവുന്നതാണ് എന്ത്, കാളിദാസൻ്റെ ഒരു പോയമാണ്. കാളിദാസൻ്റെ പോയമാണ് ഏത് മേഘദൂതം എന്ന് പറയുന്നത്. എന്താണ് ഇതിൽ പറയുന്നത് എന്താണ്, സ്റ്റോറി ഓഫ് യക്ഷയുടെ സ്റ്റോറിയാണ് പറയുന്നത്. ഓക്കെ, യക്ഷ എന്ന് പറയുന്നത് ആരാണ്, കുബേരൻ്റെ സദസ്സിൽ അല്ലെങ്കിൽ എന്താണ് കുബേരൻ്റെ ഒരു ഗാർഡനായിരുന്നു, ലോട്ടസ് ഗാർഡനായിരുന്നു. പക്ഷേ എന്താണ് കുബേരൻ ചില കാരണങ്ങളാൽ പുള്ളി എന്താണ് മറ്റൊരു സ്ഥലത്തേക്ക് എക്സൈൽ ചെയ്തു. അപ്പോൾ ആ ടൈമിൽ എന്താണ് യക്ഷ അതുവഴി പോകുന്ന ഒരു മേഘത്തിനോട്, അതുവഴി പാസ് ചെയ്യുന്ന ഒരു മേഘത്തിനോട് എന്താണ് തൻ്റെ വൈഫിനോട് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് തൻ്റെ ലവറിനോട് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണ് ജസ്റ്റ് കൺവേ ചെയ്ത് വിടുകയാണ്. സോ അതാണ് ഏത് പറയുന്നത്, കാളിദാസൻ്റെ മേഘദൂതയിൽ പറയുന്നത്. ഓക്കെ, അതൊരു പോയമാണ്. ദെൻ ലാസ്റ്റ് എന്താണ് രത്നാവലിയാണ്. ആരാണ് എഴുതിയത്, ബൈ ഹർഷവർദ്ധൻ. ഓക്കെ, ഹർഷയാണ് രത്നാവലി എഴുതിയത്. ഇതിലും ഏതാണ് പുഷ്യഭൂതി ഡൈനസ്റ്റിയിലാണ് ഹർഷ ഉള്ളത്. സോ ഇതിൽ പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കിങ് ഉദയന. ഓക്കെ, കിങ് ഉദയനെ പറ്റിയാണ്, ഉദയനയുടെ മറ്റൊരു ലവ് സ്റ്റോറിയാണ് എന്ത് ഈ ഒരു പ്ലേയിലും പറയുന്നത്. ഓക്കെ, സോ അതാണ് ബാക്കി ഓപ്ഷൻസുകളൊക്കെ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്, സൺ ഓഫ് ഫൗണ്ടർ ഓഫ് ശുംഗ ഡൈനസ്റ്റി, അതുപോലെ എന്താണ് ഒരു ലേഡിയുമായിട്ടുള്ള, ആ ലേഡിയുടെ പേരാണ് എന്ത് വാസവദത്ത. അപ്പോൾ മാളവിക. അപ്പോൾ ഇവർ തമ്മിലുള്ള ലവ് സ്റ്റോറിയാണ് ഏതിൽ പറയുന്നത്, മാളവിക അഗ്നിമിത്ര പറയുന്നത് കാളിദാസനെ എഴുതിയ 5th century CE-ലാണ്. ദെൻ ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ ഓരോ ബുക്സും അല്ലെങ്കിൽ എന്താണ് ഓരോ വർക്ക്സും, അപ്പോൾ ബുക്സ് എന്നല്ല ചിലപ്പോൾ എന്താണ് പ്ലേ ആവാം, പോയമാവാം, എന്താവാം. ഓക്കെ, സോ അത് ആരാണ് എഴുതിയത്, ആ ബുക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഡൈനസ്റ്റി ആയാലും ഇൻക്ലൂഡ് ആവുന്നുണ്ടോ, ഇതെല്ലാം എന്താണ് ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നോക്കി പോകാം. അപ്പോൾ നമ്മളിവിടെ എന്താണ് ഏകദേശം 4 നോക്കി. സ്വപ്ന വാസുദേവത്തെ ആരാണ് എഴുതിയത്, ഭാസ, അതുപോലെ മാളവിക അഗ്നിമിത്ര കാളിദാസ എന്താണ് പ്ലേ ആണ്. ദെൻ മേഘദൂത കാളിദാസനാണ് എഴുതിയത്, രത്നാവലി ഹർഷ. അപ്പോൾ ഇത് 4 നോക്കി വയ്ക്കുക, ഇവരുടെയൊക്കെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തീമും കൂടി എന്താണ് ജസ്റ്റ് നോക്കി പോവുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, in the context of which of the following do you sometimes find the terms amber box, blue box and green box in the news? Okay, amber box, blue box and green box. Okay, ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുകൂടാതെ എന്താണ് എക്കോണമിയിലും നമ്മളിത് പറയുന്നുണ്ട്. ഓക്കെ, സോ ആംബർ ബോക്സ്, ബ്ലൂ ബോക്സ് ആൻഡ് ഗ്രീൻ ബോക്സ് ഇത് ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഫയേഴ്സ് ആണ്. ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെന്ന് പറയുന്നത് ഈ ആംബർ ബോക്സ്, അതുപോലെ ബ്ലൂ ബോക്സ് ആൻഡ് ഗ്രീൻ ബോക്സ്. ഇതെല്ലാം എന്താണ് ഒരു സബ്സിഡി സിസ്റ്റമാണ്. ഓക്കെ, ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ അണ്ടറിലുള്ള എന്താണ് ഒരു സബ്സിഡി സിസ്റ്റമാണ് എന്ന് പറയുന്നത് ഈ ആംബർ ബോക്സ് അല്ലെങ്കിൽ ബ്ലൂ ബോക്സ് ആയാലും ഗ്രീൻ ബോക്സ് ആയാലും. ഓക്കെ, സോ ഈ ഓരോ ബോക്സിനും അല്ലെങ്കിൽ എന്താണ് ഓരോന്നിനും എന്താണ് ഓരോ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഹൗ മച്ച് ദേ ഡിസ്റ്റോർട്ട് ദ ട്രേഡ്. ഓക്കെ, ഹൗ മച്ച് ദേ ഡിസ്റ്റോർട്ട് ദ ട്രേഡ് എന്നു വെച്ചാൽ എന്ത് ഇതിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മളെന്താണ് 3 പറഞ്ഞു. ഓക്കെ, ആംബർ, അതുപോലെ ബ്ലൂ, അതുപോലെ ഗ്രീൻ. അപ്പോൾ ഇതിൽ ഓരോന്നിനും എന്താണ് ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആംബർ ബോക്സ് എന്ന് വെച്ചാൽ എന്താണ് ഇത് ഭയങ്കര ഹാംഫുൾ ആണ്. ഓക്കെ, ഈ ഒരു സബ്സിഡി എന്താണ് ഹാംഫുൾ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് എപ്പോഴും റെഡ്യൂസ് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഓക്കെ, ആംബർ ബോക്സ് എന്ന സബ്സിഡി എന്താണ് എപ്പോഴും റെഡ്യൂസ് ചെയ്യാനേ നോക്കത്തുള്ളൂ. ഇനി ബ്ലൂ ബോക്സ് എന്താണ് ആംബർ ബോക്സിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി എന്താണ് ലിബറലാണ്. സോ അതുകൊണ്ട് എന്താണ് ഇത് അലൗഡ് ആണ് വിത്ത് സം കണ്ടീഷൻസ്. ഓക്കെ, അലൗഡ് വിത്ത് കണ്ടീഷൻസ്. നെക്സ്റ്റ് വരുന്ന ഏതാണ് ഗ്രീൻ ബോക്സ് ആണ്. ഇതെന്താണ് സേഫ് ആണ്. ഓക്കെ, ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് എന്താണ് സേഫ് ആണ്. അതുകൊണ്ട് എന്താണ് ഈ ഒരു സബ്സിഡി അലൗഡ് ആണ്. ഓക്കെ, സോ നമ്മൾ ജസ്റ്റ് WTO നോക്കുമ്പോൾ എന്താണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അഫയേഴ്സ് നോക്കുമ്പോൾ അവരുടെ സബ്സിഡി സിസ്റ്റം എങ്ങനെയാണ്, അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നത്, അതുപോലെ ആംബർ ബോക്സ്, ബ്ലൂ ബോക്സ്, ഗ്രീൻ ബോക്സ് ഇതൊക്കെ എന്താണ്, ഇതിനെപ്പറ്റിയൊക്കെ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ലെങ്കിൽ എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുക. എന്താണ് ഈ ഒരു സിസ്റ്റം, ആംബർ ബോക്സ്, ബ്ലൂ ബോക്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്. അപ്പോൾ എന്താണ് ഇതൊരു സബ്സിഡി സിസ്റ്റമാണ് ബേസ്ഡ് ഓൺ എന്ത് ഹൗ മച്ച് ദേ ഡിസോർട്ടഡ് ട്രേഡിനെ എങ്ങനെ ഡിസോർട്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു സബ്സിഡി സിസ്റ്റമാണ് ഇത്. അത് 3 മെയിനായിട്ടുള്ളത് ആംബർ ബോക്സ്, ബ്ലൂ ബോക്സ്, ഗ്രീൻ ബോക്സ്. അപ്പോൾ അതുകൂടി ജസ്റ്റ് എന്താണ് നോക്കി പോവുക. ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2-3 പ്രാവശ്യം എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, റിലേറ്റഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ക്യാപിറ്റൽ ബഡ്ജറ്റ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? Option A, expenditure on acquisition of assets like roads, buildings, machinery, etc. Option 2, loans, Statement 2, loans received from foreign big governments. Statement 3, loans and advances guaranteed to the states and union territories. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ
നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ആവുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ഡി ആണ്. 3 എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാപിറ്റൽ റെസീപ്റ്റ് പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ റെസിപ്റ്റും അതുപോലെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കൂടെ ചേർന്നാണെന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കി, എക്സ്പെൻഡിച്ചർ ഓൺ അക്വിസിഷൻ ഓഫ് അസറ്റ്സ് ലൈക്ക് റോഡ്സ്, ബിൽഡിങ്സ്, മെഷീനറി എക്സെട്ര. അപ്പോൾ ഇതെന്താണ്? എക്സ്പെൻഡിച്ചറിൽ വരുന്നതാണ്. സോ അത് ഇൻക്ലൂഡ് ആവും. സെക്കൻഡ് നോക്കി, ലോൺസ് റിസീവ്ഡ് ഫ്രം ഫോറിൻ ഗവൺമെൻറ്റ്സ്. അപ്പോൾ എന്താണ്? ഫോറിൻ ഗവൺമെൻറ്റ്സ് എന്നുള്ള ലോൺസ്, ഇതും ഇപ്പോൾ എന്താണ്? നമ്മുടെ ക്യാപിറ്റൽ റെസിപ്റ്റിൽ വരുന്നതാണ്. കാരണം നമുക്ക് ലോൺ കിട്ടുകയാണ്, നമുക്ക് അത് ക്യാപിറ്റൽ റെസിപ്റ്റിൽ വരുന്നു. ഇനി ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഗ്രാൻഡഡ് ടു ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിനും അതുപോലെ സ്റ്റേറ്റ്സിനും എന്താണ് ലോൺസും അഡ്വാൻസും കൊടുക്കുന്നത്. ഇത് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലോട്ട് പോവുകയാണ്. സോ ഇത് 3 ഇൻക്ലൂഡാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇത് ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ഇൻക്ലൂഡാണ്. ഓക്കെ, സോ ക്യാപിറ്റൽ ബഡ്ജറ്റ് നോക്കുമ്പോൾ എന്താണ് അതിൽ ഇൻക്ലൂഡ് ആവുന്നത്? ക്യാപിറ്റൽ റെസിപ്റ്റ് പ്ലസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ എന്തൊക്കെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്, എന്തൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് നോക്കി വയ്ക്കുക. ഇനി ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ഫണ്ട് റിസീവ്ഡ് ബൈ ദ ഗവൺമെൻറ് ദാറ്റ് എയ്തർ ക്രിയേറ്റഡ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു എന്തെങ്കിലും ഒരു ബോറോ ചെയ്യുന്നെങ്കിൽ, ഒരു സാധനം ബോറോ ചെയ്യുന്നെങ്കിൽ എന്താണ്? അത് ലയബിലിറ്റി ഉണ്ടാക്കുന്നതാണ്. സോ എയ്തർ ക്രിയേറ്റ് ലയബിലിറ്റി ഓർ റെഡ്യൂസ് ഫിനാൻഷ്യൽ അസറ്റ്സ്. ഓക്കെ, ഇതിനാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലോൺസ് റിസീവ്ഡ് ഫ്രം ഫോറിൻ ഗവൺമെൻറ്റ്സ് ഫോൾ അണ്ടർ ദിസ് കാറ്റഗറി. അതാണ് നമ്മൾ എന്താണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, ലോൺസ് റിസീവ്ഡ് ഫ്രം ഫോറിൻ ഗവൺമെൻറ്റ്സ്. പക്ഷേ ഇതെന്ത് ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതായത് എന്താണ്? നമ്മളിപ്പോൾ സ്പെൻഡിങ്, നമ്മുടെ ഗവൺമെൻറ് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ റോഡ്സ് ആയാലും അതുപോലെ തന്നെ ബിൽഡിങ്സ് ആയാലും മെഷീനറി ആയാലും ഇതിനൊക്കെ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട്, അത് കൂടാതെ തന്നെ എന്താണ്? ലോൺസ് ആൻഡ് അഡ്വാൻസ് ഗ്യാരണ്ടഡ് പെയ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ടു ദ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ UTs. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് UTസിനോ അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിനോ പേ ചെയ്യുന്ന ലോൺസ് ആയാലും അല്ലെങ്കിൽ എന്താണ് ഗ്രാൻഡ്സ് ആയാലും ഇതെല്ലാം എന്തിൽ വരും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരും. സോ അതുകൊണ്ട് തന്നെ എന്താണ്? ക്യാപിറ്റൽ റെസിപ്റ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും നോക്കി വയ്ക്കുക, അതിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ആവുമെന്ന് നോക്കുക. അപ്പോൾ അതാണ് എന്ത്? ക്യാപിറ്റൽ ബഡ്ജറ്റിൽ വരുന്നത്. സോ ആൻസർ ഏതായിരിക്കും? 1, 2 and 3. 3 ഉണ്ട്. 3 എന്താണ്? ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ആവുന്നതാണ്. ഗോട്ട് ഇറ്റ്? സോ മൂവിങ് ഫോർവേഡ്, 13th question. What is or are the importances of the United Nations Convention to combat desertification? Okay, so UN Convention to combat desertification. Okay, first one, it aims to promote effective action through innovative national programs and supportive international partnership. Second one, it has a special or particular focus on South Asia and North Africa regions, and its secretariat facilitates the allocation of major portions of financial resources to these regions. Third one, it is committed to bottom-up approach encouraging the participations of local people in combating the desertification. So ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ഓർ പർട്ടിക്കുലർ ഫോക്കസ് ഓൺ ദ സൗത്ത് ഏഷ്യ ആൻഡ് നോർത്ത് ആഫ്രിക്കൻ റീജിയൻസ് ആൻഡ് ഇറ്റ് സെക്രട്ടറിയേറ്റ് ഫെസിലിറ്റേറ്റ് ദ അലോക്കേഷൻ ഓഫ് മേജർ പോർഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ദിസ് റീജിയൻ. ഓക്കെ, സോ ഒരു UN കൺവെൻഷനാണ്. ഓക്കെ, അതുകൂടാതെ എന്താണ്? ഡെസർട്ടിഫിക്കേഷൻ്റെ കോമ്പാക്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടുള്ള UN കൺവെൻഷനാണ്. അപ്പോൾ അത് ഈ ഒരു റീജിയനിൽ മാത്രമായിട്ട് ഒരുപാട് കൊടുക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു എക്സ്ചേഞ്ച് സ്റ്റേറ്റ്മെൻറ്റ് പോലെ ഫീൽ ചെയ്യാം. കാരണം എന്താണ്? സൗത്ത് ഏഷ്യ ഉണ്ട്, അതുപോലെ നോർത്ത് ആഫ്രിക്കൻ റീജിയനും ഉണ്ട്. ഓക്കെ, ആഫ്രിക്കൻ റീജിയൻസ് മാത്രം മതി നമുക്ക് എന്താണ്? വീണ്ടും അതെന്താ കുറച്ചുകൂടി ഒരു ഇതായിട്ട് തോന്നിയായിരുന്നു. ഓക്കെ, കുറച്ചുകൂടി ബെറ്റർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയത്. പക്ഷേ ഇവിടെ എന്താണ്? സൗത്ത് ഏഷ്യൻ സ്റ്റേറ്റ്സും ഉണ്ട്, അതുപോലെ എന്താണ്? നോർത്ത് ആഫ്രിക്കൻ റീജിയൻസും ഉണ്ട്. സോ അതുകൊണ്ട് എന്താണ്? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എക്സ്ട്രീമായിട്ട് എടുത്താൽ എന്താണ്? 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് പോകും? 1 and 3, ദെൻ 1, 2 and 3. പിന്നെ നമുക്കുള്ള എന്താണ്? 1 only 2ലും ശരിയാണ്. ഓക്കെ, 1 എന്താണ്? 2ലും ശരിയാണ്. ഓപ്ഷൻ എയിലും സിയിലും എന്താണ്? 1 ഉണ്ട്. സോ അത് കോമൺ ആയിട്ടുള്ളതാണ്, ശരിയാണ്. അപ്പോൾ എന്താണ്? ഇറ്റ് എയിംസ് ടു പ്രൊമോട്ട് എഫക്റ്റീവ് ആക്ഷൻ ത്രൂ ഇന്നോവേറ്റീവ് നാഷണൽ പ്രോഗ്രാംസ് ആൻഡ് സപ്പോർട്ടീവ് ഇൻ്റർനാഷണൽ പാർട്ട്ണർഷിപ്പ്. മൂന്നാമത്തെ നോക്കി, it committed to bottom-up approach encouraging the participation of local people in combating the desertification. ഓക്കെ, നോർമലി എന്തായിരിക്കും? ലോക്കൽ പീപ്പിൾസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെസർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ്. സോ അതും എന്താണ്? ശരിയാണ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 1 and 3 ആണ്. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? UN കൺവെൻഷൻ ഓഫ് കോമ്പാക്ട് ഡെസർട്ടിഫിക്കേഷൻ. ഓക്കെ, UNCCD പറ്റിയാണ് പറയുന്നത്. ഇത് ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്? 1994 എസ്റ്റാബ്ലിഷ്ഡ് ആയതാണ്. ഓക്കെ, സോ 195 പാർട്ടീസാണ് ഇതിൽ മെമ്പേഴ്സായിട്ടുള്ളത്.
ഓക്കെ. ആൻഡ് മെയിനായിട്ട് എന്താണ് ആഫ്രിക്ക റീജിയൻ എന്താണ് ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആഫ്രിക്ക റീജിയൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ആഫ്രിക്കയിലാണ് എന്ത് കൂടുതൽ ഡെസേർട്സ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് എന്താണ് ഈ ഒരു റീജിയനിൽ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടി കൊടുക്കുന്നുണ്ട്. ആഫ്രിക്ക കൂടാതെ പിന്നെ എവിടെയൊക്കെയാണ് ഇവിടെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്, ദെൻ കരീബിയൻ, അതുപോലെ നോർത്ത് മെഡിറ്ററേനിയൻ, പിന്നെ സൗത്ത് ആൻഡ് ഈസ്റ്റേൺ യൂറോപ്പ്. ഈ ഒരു മേഖലയിലും കൂടെ എന്താണ് കുറച്ച് ഇമ്പോർട്ടൻസ് ഏത് കൊടുക്കുന്നുണ്ട്, ഈ ഒരു എന്താണ് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓഫ് കോമ്പാക്ട് ഡെസർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ്? C 1 and 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. റീസെൻ്റ്ലി വിച്ച് ഓഫ് ദ ഫോളോയിങ് കറൻസീസ് ഹാസ് ബീൻ പ്രൊപ്പോസ്ഡ് ടു ബി ആഡഡ് ടു ദ ബാസ്ക്കറ്റ് ഓഫ് IMF SDR? ഓക്കെ, IMF SDRലേക്ക് ആഡ് ചെയ്ത കറൻസി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, റീസെൻ്റായിട്ട് IMF SDRലേക്ക് ആഡ് ചെയ്ത കറൻസി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, SDR എന്ന് വെച്ചാൽ എന്താണ്? സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. ഓക്കെ, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സിനെ നമ്മൾ എന്താണ് SDR എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? റെൻമിൻബി ആണ് ആൻസർ. ഓക്കെ, റെൻമിൻബി എന്ന് വെച്ചാൽ എന്താണ്? ചൈനീസ് കറൻസിയാണ്. ഓക്കെ, ചൈനയുടെ കറൻസിയാണ്, അല്ലെങ്കിൽ നമ്മൾ യുവാൻ എന്ന് പറയും. ഓക്കെ, യുവാൻ ആണ് എന്ന് പറയുന്നത്, റെൻമിൻബി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്ത് 2016 ആഡ് ചെയ്തത്. ഓക്കെ, 2016 എന്ത് ചൈനീസ് കറൻസിയായ യുവാൻ ഈ IMFൻ്റെ SDRലേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ എന്താണ് SDR എന്ന് പറയുന്നത്? ഇത് ഒരു ഇൻ്റർനാഷണൽ റിസർവ് അസറ്റ് ആണ്. ഓക്കെ, ഇൻ്റർനാഷണൽ റിസർവ് അസറ്റ് ആണ്. IMFൻ്റെ ഒരു ഇൻ്റർനാഷണൽ റിസർവ് അസറ്റ് ആണ്. ഏത് വർഷമാണ് തുടങ്ങിയത്? 1969 എന്ത് സ്റ്റാർട്ട് ചെയ്തത്. 1969 സ്റ്റാർട്ട് ചെയ്ത് IMFൻ്റെ എന്താണ് ഒരു റിസർവ് അസറ്റ് ആണ്. ആൻഡ് ഈ ഇതിൽ SDRൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കറൻസീസ് എന്താണ്? ദേ മസ്റ്റ് ബി ഫ്രീലി ആൻഡ് വൈഡ്ലി യൂസ്ഡ് ആൻഡ് വൈഡ്ലി ട്രേഡഡ്. ഓക്കെ, ദേ ആർ ഫ്രീലി ആൻഡ് വൈഡ്ലി യൂസ്ഡ് ആൻഡ് ട്രേഡഡ്. ഓക്കെ, ഓക്കെ, ദേ ക്യാൻ ഫ്രീലി ആൻഡ് വൈഡ്ലി യൂസ്ഡ് ആൻഡ് ട്രേഡർ. ഓക്കെ, അപ്പോൾ IMFൻ്റെ ഈ SDRൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന കറൻസി എന്താണ്? ഫ്രീലി ആൻഡ് വൈഡ്ലി നമുക്ക് യൂസ് ചെയ്യാനും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിലുള്ളതാണ്. അതിൽ 2016 ആഡ് ചെയ്തത് ചൈനീസ് റെൻമിൻബി അല്ലെങ്കിൽ എന്താണ് യുവാൻ. ഓക്കെ, സോ അതിലുള്ള ബാക്കി കറൻസീസ് ഏതൊക്കെയാണെന്നും കൂടെ എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഏതൊക്കെയായിരിക്കും? നോർമലി നമുക്കറിയാം എപ്പോഴും ഉള്ള ഏതായിരിക്കും? US ഡോളർ. US ഡോളർ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, US ഡോളർ ഉണ്ട്. ദെൻ അതുകൂടാതെ എന്താണ്? യൂറോ. യൂറോ ഏതിൻ്റെയാണ്? യൂറോപ്യൻ യൂണിയൻ്റെ കൺട്രോളിൽ വരുന്നതാണ് യൂറോ വരുന്നത്. ദെൻ പൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, പൗണ്ട് ഏതാണ്? ബ്രിട്ടീഷ്. ഓക്കെ, UK ബ്രിട്ടീഷ് പൗണ്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ എന്താണ്? ജാപ്പനീസ് യെൻ. ജാപ്പനീസ് യെൻ. ഓക്കെ, ഇത് ഇത്രയാണെന്ത് നോർമലി ഉണ്ടായിരുന്നത്. ബട്ട് 2016 എന്തും കൂടെ ആഡ് ചെയ്തിട്ട് യുവാനും കൂടി അല്ലെങ്കിൽ റെൻമിൻബിയും കൂടെ 2016 ആഡ് ചെയ്തത്. സോ ടോട്ടലി എത്ര ഉണ്ട്? 5 കറൻസീസാണ് ഇത് IMFൻ്റെ SDRലുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? US ഡോളർ, ദെൻ യൂറോപ്യൻ യൂണിയൻ്റെ യൂറോ, ദെൻ UKയുടെ പൗണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പൗണ്ട്, ദെൻ ജാപ്പനീസ് യുവാൻ ആൻഡ് നൗ ജാപ്പനീസ് യെൻ ആൻഡ് നൗ ചൈനീസ് യുവാൻ. അപ്പോൾ ടോട്ടൽ 5 എണ്ണമാണ് എന്ത് IMFൻ്റെ SDRൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇന്ത്യൻ റുപ്പി ഇതുവരെയായിട്ട് എന്താണ് SDRൽ ഇൻക്ലൂഡ് ആയിട്ടില്ല. ഓക്കെ, ഇനി എന്താണ്? റൂബിളും ഉണ്ട്, അതുപോലെ രണ്ടും ഉണ്ട്. റൂബിളെന്ന് വെച്ചാൽ എവിടുത്തെയാണ്? റൂബിൾ റഷ്യയുടെ കറൻസിയാണ്. ഓക്കെ, അതുപോലെ രണ്ട് സൗത്ത് ആഫ്രിക്കയുടെയാണ്. ഓക്കെ, സോ റൂബിൾ രണ്ടും എന്താണ് ഇതുവരെയായിട്ടും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല. ഓക്കെ, സോ അതാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കമ്മിറ്റി, ഓക്കെ, IMFC, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. IMFC discusses matters of concern affecting the global economy and advises the International Monetary Fund on the directions of its work. Second one, the World Bank participates as an observer in the IMFC's meeting. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ്? ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? IMFC discusses matters of concerns affecting the global economy and advises the International Monetary Fund on the direction of its way. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ എന്താണ്? IMFC എന്ന് വെച്ചാൽ എന്താണ്? ഇന്റർനാഷണൽ മോണിറ്ററി ആൻഡ് ഫിനാൻഷ്യൽ കമ്മിറ്റിയാണ്. ഓക്കെ, സോ ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യമാണ്. സോ അവരെന്തായിരിക്കും? ദേ ക്യാൻ ഡിസ്കസ് മാറ്റേഴ്സ് ഓഫ് കൺസേൺ അഫക്റ്റിംഗ് ഗ്ലോബൽ എക്കോണമി ആൻഡ് അഡ്വൈസസ് ദ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IMFനെ അഡ്വൈസ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ വർക്ക്സിനെയൊക്കെ എന്താണ് ഡയറക്റ്റ് ചെയ്യുക. സോ സിംപ്ലി എന്താണ് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ എന്താണ് ഒരു ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം IMFCയിൽ ഒരു എയിം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റോള് ജസ്റ്റ് ഇവിടെ പറയുന്നു. ഓക്കെ, ദേ ഡിസ്കസ് മാറ്റേഴ്സ് ഓഫ് കൺസേൺ അഫക്റ്റിംഗ് the global economy and advises the International Monetary Fund on the directions of its work. Second one എന്താണ്? The World Bank participates as observer in the IMFC's meeting. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. വേൾഡ് ബാങ്ക് എന്താണ് അതിൽ ഒബ്സർവറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ C 1 and 2 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് IMFC എന്ന് വെച്ചാൽ എന്താണ്?
IMFC എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ്സ് ആൻ അഡ്വൈസറി ബോഡി ഓഫ് IMF. ഓക്കെ, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഒരു അഡ്വൈസറി ബോഡിയാണ് എന്ത് IMFC എന്ന് പറയുന്നത്. ഇതിൻ്റെ മെമ്പേഴ്സ് എങ്ങനെയാണ്? യൂഷ്വലി ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഓർ സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ്. ഓക്കെ, സോ ഒരു കൺട്രിയുടെ എന്താണ് ഫിനാൻസ് മിനിസ്റ്റർ ഓർ സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് ആയിരിക്കും എന്ത് നോർമലി ഇതിൻ്റെ മെമ്പേഴ്സായിട്ട് വരുന്നത്. ടോട്ടലി എന്താണ് 25 മെമ്പേഴ്സാണ് ഇതിലുള്ളത് ഇപ്പോൾ. ഓക്കെ, 25 മെമ്പേഴ്സ് ഉണ്ട് ഇതിൽ. ആൻഡ് ഓൾസോ ദേ മീൻസ് ട്വൈസ് എ ഇയർ. ഓക്കെ, ദേ മീറ്റ് ട്വൈസ് എ ഇയർ. ഓക്കെ, സോ എന്താണ് IMFC എന്ന് പറയുന്നത്? IMFൻ്റെ ഒരു അഡ്വൈസറി ബോഡിയാണ് ഇത് IMFC എന്ന് പറയുന്നത്. ആരൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആവുന്നതിൽ മെമ്പേഴ്സ് നോർമലി ആരൊക്കെ ആയിരിക്കും? ഫിനാൻസ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താണ് സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് ഗവർണറോ അല്ലെങ്കിൽ എന്താണ് ഫിനാൻസ് മിനിസ്റ്ററോ ആയിരിക്കും എന്ത് ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എത്ര മെമ്പേഴ്സാണ് ഉള്ളത്? 25 മെമ്പേഴ്സാണ് ഉള്ളത്. കൂടാതെ ദ മീറ്റ് ട്വൈസ് എ ഇയർ. ഓക്കെ, അവർ വർഷത്തിൽ എന്താണ് 2 പ്രാവശ്യം മീറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതാണ് IMFC. അതുപോലെ IMFC നോക്കുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾ IMFും ഓക്കെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കൂടി നോക്കുക. അതുകൂടാതെ വേൾഡ് ബാങ്ക്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ട്. ഓക്കെ, IMF ഉണ്ട്, അതുകൂടെ എന്താണ് വേൾഡ് ബാങ്ക് ഉണ്ട്. ഇനി IMFൻ്റെ ഒരു അഡ്വൈസറി ബോഡിയാണ് IMFC. അപ്പോൾ ഇതെല്ലാം എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക, അതിൻ്റെ ഫങ്ഷൻസും കൂടെ എന്താണെന്ന് നോക്കി പോവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാഷ്ട്രീയ ഗരിമ അഭിയാൻ ഈസ് എ നാഷണൽ ക്യാമ്പയിൻ ടു റീഹാബിലിറ്റേറ്റ് ദ ഹോംലെസ് ആൻഡ് destitute persons and provide them with a suitable source of livelihood, release the sex workers from their practice and provide them with an alternative source of livelihood. Option C, eradicate the practice of manual scavenging and rehabilitate the manual scavengers. Option D, release the bonded laborers from their bondage and rehabilitation them. Okay, so ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്? രാഷ്ട്രീയ ഗരിമ അഭിയാൻ. ഓക്കെ, നമുക്ക് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. Eradicate the practice of manual scavenging and rehabilitate the manual scavengers. ഇതാണ് എൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയ ഗരിമ അഭിയാൻ അല്ലെങ്കിൽ എന്താണ് ഇതിന് ഇംഗ്ലീഷ് പറയുന്നത് നമുക്ക് നാഷണൽ ക്യാമ്പയിൻ ഫോർ ഡിഗ്നിറ്റി. ഓക്കെ, നാഷണൽ ക്യാമ്പയിൻ ഫോർ ഡിഗ്നിറ്റി എന്താണ്? ഒരു ഹ്യൂമൻ റൈറ്റ്സ് ക്യാമ്പയിനാണ്. ഓക്കെ, നാഷണൽ ക്യാമ്പയിൻ ഫോർ ഡിഗ്നിറ്റി അല്ലെങ്കിൽ എന്താണ്? ഇതൊരു ഹ്യൂമൻ റൈറ്റ് ക്യാമ്പയിനാണ്. എന്തിനു വേണ്ടി? ടു ഇറാഡിക്കേറ്റ് ദ പ്രാക്ടീസ് ഓഫ് മാനുവൽ സ്കാവെഞ്ചിങ് ആൻഡ് റീഹാബിലിറ്റേറ്റ് ദ മാനുവൽ സ്കാവെഞ്ചേഴ്സ്. ഓക്കെ, സോ ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. ഓക്കെ, സോ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ഈ മിനിസ്ട്രിയുടെ കീഴിലാണ് ഏത് വരുന്നത്? ഈ മാനുവൽ ഏത് രാഷ്ട്രീയ ഗരിമ അഭിയാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ക്യാമ്പയിൻ വരുന്നത്. ഓക്കെ, മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിന് കീഴിലാണ് നാഷണൽ ക്യാമ്പയിൻ ഫോർ ഡിഗ്നിറ്റി വരുന്നത്. എന്താണ്? ഒരു ഹ്യൂമൻ റൈറ്റ് ക്യാമ്പയിനാണ്. ഓക്കെ, അത് നോക്കുമ്പോൾ തന്നെ എന്താണ് ബാക്കിയുള്ളത് കൂടെ നോക്കുക. എന്താണ് ഹോംലെസ് പീപ്പിൾസിനുള്ള ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് സെക്സ് വർക്കേഴ്സിന് റിലീസ് ചെയ്യാവുന്ന പ്രോഗ്രാം ഏതെങ്കിലും ഉണ്ടോ? സോ അതുകൂടെ എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. 17ാമത്തെ ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ദ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. First one, Siddhas or Siddhars of Tamil region were monotheistic and condemned idolatry. Second one, Lingayats of Kannada region questioned the theory of rebirth and rejected the caste hierarchy. So which statement is correct? Option A 1 only, option B 2 only, option C both 1 and 2, option D neither 1 nor 2. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്? മിഡീവൽ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താണ് ഫാക്ട് അറിഞ്ഞാൽ മാത്രമേ എന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആൻസർ എന്താണ്? ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ്. ഓക്കെ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയായിട്ടാണ് പറയുന്നത്. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് ഓൾ ദ സിദ്ധാസ് ബിലീവ്ഡ് ഇൻ ദ ഒൺനെസ് ഓർ ഓൾ ക്രിയേഷൻ. ഓക്കെ, ഒൺനെസ് ഓഫ് ഓൾ ക്രിയേഷൻ. ഓക്കെ, ഒൺനെസ് ഓഫ് ഓൾ ക്രിയേഷൻ. ഓക്കെ, അതുകൂടാതെ എന്താണ്? സോ ദേ വെർ മോണോതിസ്റ്റിക്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അത് ഇപ്പോൾ എന്താണ് ഒരു ക്രിയേഷൻ്റെ ഓൾ ക്രിയേഷൻ്റെ ഒൺനെസ്. ഓക്കെ, ഒൺനെസ് ഓഫ് ഓൾ ക്രിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് മീൻസ് ദേ ആർ മോണോതിസ്റ്റിക്. സോ അതാണിത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ലിംഗായറ്റ്സ്. ലിംഗായറ്റ്സ് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കന്നഡ റീജിയനിലുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ എന്താണ് ഒരു സംഭവം എന്തായിരുന്നു ലിംഗായറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് അല്ലെങ്കിൽ എന്താണ് ഒരു സെഗ്നയാണ് എന്ത് ലിംഗായറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതാരായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്?
ബാസവനെയാണ് എന്ത് ലിംഗായസ് ഫൗണ്ട് ചെയ്തത്. ഓക്കെ, ഫൗണ്ടർ ഓഫ് ലിംഗായസ് ആരാണ്? ബാസവനെയാണ്. ആൻഡ് ആൾസോ ദേ റിജക്റ്റഡ് ദ കാസ്റ്റ് ഹൈറാർക്കി. ഓക്കെ, അവരെന്താണ് റീബർത്തിന് തിയറി ഓഫ് റീബർത്ത് അതുപോലെ എന്താണ് കാസ്റ്റ് ഹൈറാർക്കി എന്താണ് റിജക്റ്റ് ചെയ്തു. ഓക്കെ, സോ അതാണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി ബോത്ത് 1 and 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following best describes the term import cover sometimes seen in news? Okay, something related to current affairs ആണ്. First one, it is the ratio of value of imports to the gross domestic product of a country. Second statement, it is the total value of imports of a country in a year. Third option, it is the ratio between the value of exports and the imports between two countries. Option D, it is number of months of imports that could be paid for a country's international reserves. അപ്പോൾ എന്താണ് ഇമ്പോർട്ട് കവർ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് വാല്യൂ ഓഫ് ഇമ്പോർട്ട് ടു ദ GDP ഓഫ് എ കൺട്രി. ഓക്കെ, ഒരു രാജ്യത്തെ ജി ഡി പിയും അതുപോലെ എന്താണ് അവിടുത്തെ ഇമ്പോർട്ട്സിൻ്റെ കൂടെ വാല്യൂ തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അതാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഇമ്പോർട്ട് കവർ. അപ്പോൾ എന്താണ് അത് നമുക്ക് അല്ലെന്നറിയാം. ഓക്കെ, സോ അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഇറ്റ് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഇമ്പോർട്ട്സ് ഓഫ് ദ കൺട്രി ഇൻ എ ഇയർ. ഓക്കെ, ഒരു കൺട്രിയുടെ ടോട്ടൽ ഇമ്പോർട്ട്സിൻ്റെ അതും അല്ല എന്തായാലും. ദെൻ പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് എക്സ്പോർട്സ് ആൻഡ് ദാറ്റ് ഓഫ് ഇമ്പോർട്ട്സ് ബിറ്റ്വീൻ ടു കൺട്രീസ്. രണ്ട് കൺട്രീസ് തമ്മിലുള്ള വാല്യൂ ഓഫ് ഇമ്പോർട്ടും എക്സ്പോർട്ടും ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതും അല്ല. ഓക്കെ, പിന്നെ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മന്ത്സ് ഓഫ് ഇമ്പോർട്ട്സ് ദാറ്റ് കുഡ് ബി പെയ്ഡ് ഫോർ ബൈ കൺട്രീസ് ഇൻ്റർനാഷണൽ റിസർവ്സ്. ഓക്കെ, സോ നമ്പർ ഓഫ് മന്ത്സ് ഓഫ് ഇമ്പോർട്ട്സ്. സോ അതാണ് എന്ത് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ് എന്ത് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് എ കറൻസി ആൻഡ് എ മിനിമം ഓഫ് 8 to 10 months ഓഫ് ഇമ്പോർട്ട് കവർ ഈസ് എസെൻഷ്യൽ ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് എ കറൻസി. ഓക്കെ, അപ്പോൾ ഇതെന്താണ് പറയുന്നത്? ഒരു കറൻസിയുടെ സ്റ്റെബിലിറ്റി. ഓക്കെ, ഇറ്റ് ഷോസ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് എ സ്റ്റെബിലിറ്റി ഓഫ് ദ കറൻസി. ഓക്കെ, സ്റ്റെബിലിറ്റി ഓഫ് ദ കറൻസിയാണ് എന്ത് ഷോ ചെയ്യുന്നത്. സോ ഇത് എന്താണ് ഷോ ചെയ്യുന്നത്? ഇറ്റ് ഷോസ് ദ സ്റ്റെബിലിറ്റി ഓഫ് എ കറൻസി. ഓക്കെ, സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്മ്യൂണിറ്റി സംടൈംസ് മെൻഷൻഡ് ഇൻ ദ ന്യൂസ് ഇൻ ദ അഫയേഴ്സ് ഓഫ്. അപ്പോൾ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ കുർഡ് കമ്മ്യൂണിറ്റി ബാംഗ്ലാദേശ്, സെക്കൻഡ് വൺ മാധേസി നേപ്പാൾ, തേർഡ് വൺ റോഹിംഗ്യ മ്യാൻമർ. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത് പ്ലേസുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമല്ല എന്താണ് എവിടെയൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ എന്ത് നമുക്കിത് മാച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒന്നെങ്കിലും ഉണ്ടാവും നോക്കുക. നമുക്കറിയാം റോഹിംഗ്യ, നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്താണ് ന്യൂസ് പേപ്പർ വായിക്കുന്നതാണ്. റോഹിംഗ്യ എവിടെയാണ്? മ്യാൻമറിലാണ്. റോഹിംഗ്യ ക്രൈസിസ് കാര്യങ്ങളൊക്കെ എന്താണ് ന്യൂസിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് റോഹിംഗ്യ മ്യാൻമറിലാണെന്ന് നമുക്കറിയാം. സോ തേർഡ് ഓപ്ഷൻ ശരിയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? 1 and 2 എലിമിനേറ്റ് ചെയ്യാം, 2 only എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളതൊക്കെയാണ് 2 and 3 3. അപ്പോൾ 3 എന്തായാലും ഉണ്ട്. ഈ രണ്ടും കൂടെ ഉണ്ടാകുന്ന നോക്കിയാൽ മതി. അപ്പോൾ 1 എന്തായാലും എന്താണ് റോങ് ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, കുർഡ് റീജിയൻ എവിടെയാണ്? ബംഗ്ലാദേശിലല്ലെന്ന് മനസ്സിലായി. നെക്സ്റ്റ് വരുന്നത് എന്താണ്? മധേസി നേപ്പാൾ. അത് ശരിയാണോ അല്ലെങ്കിൽ നമുക്ക് അറിയണം. ഇതെന്താണ് നോർമൽ ന്യൂസ് പേപ്പർ നമ്മൾ നോക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മാപ്പിംഗ് നോക്കുന്നെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇന്ത്യയായിട്ട് ബോർഡർ ചെയ്തേക്കുന്ന ഒരു നേപ്പാൾ റീജിയനാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേപ്പാൾ സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത് മധേസി എന്ന് പറയുന്നത്. സോ അതും എന്താണ് ശരിയാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ബോർഡറിലായിട്ട് കിടക്കുന്ന ഒരു റീജിയനാണ് എന്ന് പറയുന്നത് ഈ മധേസി എന്ന് പറയുന്നത്. ഓക്കെ, സോ നേപ്പാളിലാണ്. അത് എന്താണ് ശരിയായിട്ടുള്ള ആൻസറാണ്. സോ മധേസി ആൻഡ് റോഹിംഗ്യ ഈ രണ്ടും എന്താണ് കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ സി 2 and 3 ആയിരിക്കും. ഓപ്ഷൻ ഡി അല്ല. ഓക്കെ, ഇനി കുർഡ് റീജിയൻ എവിടെയാണ് വരുന്നത്? ഇത് മിഡിൽ ഈസ്റ്റ് വരുന്നൊരു എത്നിക് ഗ്രൂപ്പാണ്. ഓക്കെ, എത്നിക് ഗ്രൂപ്പ് ഇൻ മിഡിൽ ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ന് പറയുന്നത് കുർഡ് റീജിയൻ വരുന്നത്. ഓക്കെ, സോ നമ്മുടെ ന്യൂസ് പേപ്പറിൽ വരുന്ന പ്ലേസുകൾ അല്ലെങ്കിൽ എന്താണ് സംതിങ് റിലേറ്റഡ് ടു ഇന്ത്യയുടെ നൈബറിങ് ആയിട്ടുള്ള സ്റ്റേറ്റ്സുകളായാലും അതുപോലെ ഈ മിഡിൽ ഈസ്റ്റേൺ റീജിയനിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് വാറായാലും അല്ലെങ്കിൽ എന്താണ് കോൺഫ്ലിക്റ്റുകളൊക്കെ നടക്കുന്ന ഒരു റീജിയനാണ് ഇത് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വരുന്ന ചില പ്രത്യേക പ്ലേസുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസുകൾ അതുപോലെ എന്താണ് ഇന്ത്യ ആയിട്ട് ബോർഡർ പങ്കിടുന്ന പ്ലേസുകൾ ഇതെല്ലാം എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുക ന്യൂസിൽ വരുന്നത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. കാരണം ഇങ്ങനെ എന്താണ് മേസ് ദ ഫോളോയിങ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി 2 and 3 ആണ്. നെക്സ്റ്റ് നോക്കാം. വിത്ത് റെഫറൻസ് ടു ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ് OPCW കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ ഓഫ് യൂറോപ്യൻ യൂണിയൻ ഇൻ വർക്കിംഗ് വിത്ത് ദ NATO and WHO. Second statement, it monitors chemical industry to prevent new weapons from emerging. Third statement, it provides assistance and protection to states or parties against chemical weapon threats. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺസ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി.
it provides assistance and protections to states against chemical weapons threats. ഓക്കെ, ശരിയാവാൻ ഏറ്റവും ചാൻസ് കൂടുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്, ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത് പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആൻ ഓർഗനൈസേഷൻ ഫോർ ദ പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പൺ. കെമിക്കൽ വെപ്പണിൻ്റെ പ്രൊഹിബിഷനുള്ളൊരു ഇതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. കാരണം ഇത് പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ടു സ്റ്റേറ്റ്സ് എഗെയിൻസ്റ്റ് കെമിക്കൽ വെപ്പൺ ത്രെറ്റ്സ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. സെക്കൻഡ് നോക്കി, ഇറ്റ് മോണിറ്റേഴ്സ് കെമിക്കൽ ഇൻഡസ്ട്രി ടു പ്രിവെൻറ്റ് ന്യൂ വെപ്പൺസ് ഫ്രം എമർജിങ്. ഓക്കെ, സോ കെമിക്കൽ ഇൻഡസ്ട്രി എന്താണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്, എന്തിന്? ന്യൂ വെപ്പൺസ് ഫ്രം എമർജിങ്. ഓക്കെ, സ്വാഭാവികമായിട്ടും കെമിക്കൽ വെപ്പൺ പ്രൊഹിബിഷൻ ചെയ്യാനുള്ളൊരു ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ എന്താണ്, അവർ നോർമലി എന്താണ് പുതിയൊരു വെപ്പൺ ഉണ്ടാക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്താണ് വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കും. ഓക്കെ, സോ 2 and 3 ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വീണ്ടും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? 1 and 3 എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്കുള്ളത് ഓപ്ഷൻ 1 ശരിയാണോ അല്ലെങ്കിൽ നോക്കുക. ഇറ്റ് ഈസ് ആൻ ഓർഗനൈസേഷൻ ഓഫ് യൂറോപ്യൻ യൂണിയൻ ഇൻ വർക്കിംഗ് റിലേഷൻ വിത്ത് നാറ്റോ ആൻഡ് WHO. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് എന്താണ്, നോർമലി ഇത് എങ്ങനെയായിരിക്കും, ഒരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് എന്താണ്, ഇറ്റ്സ് ആൻ ഓർഗനൈസേഷൻ ഓഫ് യൂറോപ്യൻ യൂണിയൻ്റെ ഒരു ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുകയാണ്, നമ്മൾ ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, നോർമലി ഒരു കെമിക്കൽ ഒക്കെ പ്രൊവിഷൻ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു യൂണിയൻ്റെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു അങ്ങനത്തെ ഒരു കൺട്രീസിൻ്റെ മാത്രം ഇത് ഉണ്ടായാൽ മാത്രം പറ്റത്തില്ല. ഓക്കെ, കാരണം ഇവിടെ പറയുന്നത് എന്താണ്, ഇത് പ്രൊഹിബിഷൻ ഓഫ് കെമിക്കൽ വെപ്പണാണ്. അപ്പോൾ അതെന്താണ് ഗ്ലോബലി ഉള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് യൂറോപ്യൻ യൂണിയൻ അല്ല. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? ലാസ്റ്റ് ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാം. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി 2 and 3 ആയിരിക്കും. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്താണ് ജനറൽ നോളജ് വെച്ച് എന്താണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് യൂറോപ്യൻ യൂണിയൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ വെപ്പണിൻ്റെ പ്രൊഹിബിഷനുള്ള ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ നോർമലി എന്തായിരിക്കും, അതൊരു ഗ്ലോബൽ ഓർഗനൈസേഷൻ ആവാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ. സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലായി. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, കെമിക്കൽ വെപ്പൺ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തേക്കുന്നത്. തേർഡ് വരുന്നത് എന്താണ്, കെമിക്കൽ വെപ്പൺസ് എതിരെ അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഉണ്ടാകുന്ന കൺട്രീസിന് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന സ്റ്റേറ്റ്സിന് പാർട്ടീസിനൊക്കെ എന്താണ് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ എന്താണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്തിട്ട് സെക്കൻഡ് തേർഡും ആണ് ഓപ്ഷൻ 2 and 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇതെന്താ ഓർഗനൈസേഷനാണ് ഈ OPCW എന്ന് പറയുന്നത്? എന്താണ് OPCW എന്ന് പറയുന്നത്? ഒരു ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഓക്കെ, ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഓക്കെ, ഇന്ത്യ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. എന്താണ്? ദ ഇംപ്ലിമെൻറ്റിംഗ് ബോഡി ഫോർ ദ കെമിക്കൽ വെപ്പൺ കൺവെൻഷൻ. ഓക്കെ, ഇതാണെന്ത് കെമിക്കൽ വെപ്പൺ കൺവെൻഷനുള്ള ഒരു ഇംപ്ലിമെൻറ്റിംഗ് ബോഡിയാണിത്. ഇംപ്ലിമെൻറ്റിംഗ് ബോഡി ഓഫ് കെമിക്കൽ വെപ്പൺ കൺവെൻഷൻ. ഓക്കെ, സോ അതാണ് ഏത് പറയുന്നത്, OPCW എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് 20ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് റെഫറൻസ് ടു പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അണ്ടർ ദിസ് സ്കീം ഫാമേഴ്സ് വിൽ ഹാവ് ടു പേ എ യൂണിഫോം പ്രീമിയം ഓഫ് 2% ഫോർ എനി ക്രോപ്പ് ദേ കൾട്ടിവേറ്റഡ് ഇൻ എനി സീസൺ ഓഫ് ദ ഇയർ. Second one, these schemes cover post-harvest losses arising out of cyclones and unseasonal rains. Okay, so Pradhan Mantri Fasal Bima Yojana പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സംതിങ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ. ഓക്കെ, എന്തോ അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ എന്തോ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്കീമാണ്. ഫസ്റ്റ് നോക്കി, under this scheme farmers will have to pay a uniform premium of 2% for any crop they cultivated in any season of the year. ഓക്കെ, ഏത് ക്രോപ്പിനായാലും ഫാമേഴ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഏത് ക്രോപ്പിനായാലും എന്താണ് 2% അല്ലെങ്കിൽ എന്താണ് ഒരു യൂണിഫോം പ്രീമിയം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം പലരും എന്താണ് പല ക്രോപ്സ് ആയിരിക്കും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ എന്താണ് സീസണും ഡിഫറൻ്റ് ആയിട്ടുള്ള സീസൺ ആയിരിക്കും. ചിലർക്ക് എന്താണ് ഖാരിഫ് ആയിരിക്കും, ചില റാബി ആയിരിക്കും, ചിലപ്പോൾ എന്താണ് സൈദ് ആയിരിക്കും. പലതും എന്താണ് പല സീസണിലുള്ളതാണ്. അതുപോലെ എന്താണ് പല സീസണിലുണ്ടാകുന്ന നാച്ചുറൽ കലാമിറ്റീസും എല്ലാം എന്തായിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് എന്താണ് എല്ലാത്തിനും ഒരേ യൂണിഫോം പ്രീമിയം കൊടുത്താൽ എന്തായിരിക്കും അതൊരിക്കലും പോസിബിൾ ആയിരിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് ആലോചിച്ചാൽ തന്നെ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഒരിക്കലും എന്തായിരിക്കും ഒരു യൂണിഫോം പ്രീമിയം ആയിരിക്കത്തില്ല അതിന്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തെറ്റാണെന്ന് വിചാരിച്ചാൽ നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? ഓപ്ഷൻ എയും ഡിലീറ്റ് ചെയ്യാം, ഓപ്ഷൻ സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം.
സെക്കൻഡ് നോക്കി, ദിസ് സ്കീം കവർ പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസ് എറേസിങ് ഔട്ട് ഓഫ് സൈക്ലോൺസ് ആൻഡ് അൺസീസണൽ റെയിൻസ്. ഓക്കെ, മോസ്റ്റ്ലി എന്താണ് ശരിയാവാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം എന്താണ്, ഈ സ്കീം എന്ത് കവർ ചെയ്യുന്നു? പോസ്റ്റ് ഹാർവസ്റ്റ് ലോസസും അതുപോലെ എന്താണ് എന്തുകൊണ്ടുണ്ടാകുന്ന സൈക്ലോൺസ് അതുപോലെ അൺസീസണൽ റെയിൻസെ കൊണ്ടുവരുന്ന പോസ്റ്റ് ഹാർവസ്റ്റ് ലോസ് എന്താണ് ഈ സ്കീം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് മോസ്റ്റ്ലി ശരിയാവാനായിട്ട് ചാൻസ് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി 2 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ PM ഫസൽ ബീമ യോജന. ഓക്കെ, PM ഫസൽ ബീമ യോജനയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണെന്ന് പറഞ്ഞു. കാരണം എന്താണ്, ഇതിൻ്റെ എല്ലാ ക്രോപ്സിനും എന്തായിരിക്കും? യൂണിഫോം പ്രീമിയം ആയിരിക്കത്തില്ല. ഓക്കെ, അത് നമ്മൾ നോക്കുന്നതാണെങ്കിൽ എന്താണ്, റാബി ക്രോപ്സിന് 1.5%, അതുപോലെ ഖാരിഫ് ക്രോപ്സിന് 2%, ദെൻ അതുപോലെ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ്. ഓക്കെ, കൊമേഴ്ഷ്യൽ ക്രോപ്സ് അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് അതിന് ഏകദേശം എത്രയാണ്? 5% ആണെന്ത് ഇവർ പ്രീമിയം നൽകുന്നത്. ഓക്കെ, സോ എല്ലാത്തിനും ഒരേ പ്രീമിയം അല്ല. റാബിക്ക് 1.5%, ഖാരിഫിന് 2%, അതുപോലെ കൊമേഴ്ഷ്യൽ ക്രോപ്സിനും ഹോർട്ടിക്കൾച്ചർ ക്രോപ്പിനും എത്രയാണ്? 5% ആയിരിക്കും. ഓക്കെ, സോ അതാണ് എന്ത് 21st ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അടുത്ത 22. In which of the following regions of India are you most likely to come across the Great Indian Hornbill? Okay, Great Indian Hornbill പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ സാൻഡ് ഡെസേർട്സ് ഓഫ് നോർത്ത് വെസ്റ്റ് ഇന്ത്യ, സെക്കൻഡ് വൺ ഹയർ ഹിമാലയാസ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, തേർഡ് വൺ സോൾട്ട് മാർഷസ് ഓഫ് വെസ്റ്റേൺ ഗുജറാത്ത് ആൻഡ് ഫോർത്ത് വൺ വെസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, ഏതിനെ പറ്റിയാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽസിനെ പറ്റിയാണ് ചോദിച്ചത്. അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റിനാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം നോർമലി വെസ്റ്റേൺ ഗട്ട്സിലാണ് ഏത് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽസ് വരുന്നത്. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കേരളത്തിലെ ഔദ്യോഗിക സ്റ്റേറ്റ് ബേർഡ്. ഓക്കെ, സംസ്ഥാന പക്ഷി സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള ഏതാണ് നമുക്കറിയാമെങ്കിൽ തന്നെ എന്താണ് ആ ഒരു കൺസെപ്റ്റിന് നമുക്ക് എന്താണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. കാരണം വെസ്റ്റേൺ ഗട്ട്സിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് എന്താണ് ഇതിനെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ബേർഡായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. കേരളത്തിന് കൂടാതെ വേറൊരു സ്റ്റേറ്റിനും കൂടെ എന്താണ് ഈ ഹോൺബില്ല് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബില്ല് സ്റ്റേറ്റ് ബേർഡായിട്ടുണ്ട്. അതേതാണ്? അരുണാചൽ പ്രദേശാണ്. ഓക്കെ, അരുണാചൽ പ്രദേശ്. ഓക്കെ, സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി വെസ്റ്റേൺ ഗട്ട്സ് ആയിരിക്കും. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽസിൻ്റെ നാച്ചുറൽ ഹാബിറ്ററ്റ് എവിടെയാണ് വരുന്നത്? വെസ്റ്റേൺ ഗട്ട്സിലാണ് വരുന്നത്. ഓക്കെ, സോ അതാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽസിനെ പറ്റി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. ഇത് മെയിനായിട്ട് കാണപ്പെടുന്ന എവിടെയൊക്കെ ആയിരിക്കും? വെസ്റ്റേൺ ഗട്ട്സ്, അതുപോലെ ഹിമാലയൻ ഫുട് ഹിൽസ്, അതുപോലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. ഓക്കെ, വെസ്റ്റേൺ ഗട്ട്സ്, ഹിമാലയൻ ഫുട് ഹിൽസ്, ദെൻ ഫൈനലി നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ. ഓക്കെ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു കാരണം അരുണാചൽ പ്രദേശിൻ്റെ സ്റ്റേറ്റ് ബേർഡായിട്ട് ഇതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി എൻ്റെ IUCN സ്റ്റാറ്റസ് നോക്കുമ്പോൾ എന്താണ്? IUCN വൾണറബിൾ ആണ്. IUCN സ്റ്റാറ്റസ് വൾണറബിൾ ആണ്. ഇത് കൂടാതെ എന്താണ്? ഷെഡ്യൂൾ 1 ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയുടെ ഷെഡ്യൂൾ 1ൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ബേർഡാണ് എന്ന് പറയുന്നത് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്ന് പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് ഇത് കാണപ്പെടുന്നത് എന്താണ്? ഡെൻസ് എവർഗ്രീൻ അതുപോലെ എന്താണ് മോയിസ്റ്റ് ഡെസിഡസ് ഫോറസ്റ്റിലൊക്കെയാണ് എന്ത് ഈ ഗ്രേറ്റ് ഹോൺബിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഗ്രേറ്റ് ഹോൺബിൽസ് എവിടെയാണ് മെയിനായിട്ട് കാണപ്പെടുന്നത്, അതിൻ്റെ IUCN സ്റ്റാറ്റസ് എന്തൊക്കെയാണ്, ദെൻ അത് ഷെഡ്യൂൾ 1 ഓഫ് ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ആഡ് ചെയ്തിട്ടുള്ള കാര്യം നോക്കി വയ്ക്കുക. ഇനി ഇത് കൂടാതെ നമ്മൾ ഇടയ്ക്ക് ന്യൂസൊക്കെ നോക്കുന്നെങ്കിൽ ഹോൺബിൽ ഫെസ്റ്റിവൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഹോൺബിൽ ഫെസ്റ്റിവൽ. അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നാഗാലാൻഡാണ്. അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ അതുപോലെ അരുണാചൽ പ്രദേശിൻ്റെ സ്റ്റേറ്റ് ബേർഡാണ്. ദെൻ ഹോൺബിൽ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നാഗാലാൻഡാണ്. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. അപ്പോൾ അതാണ് 22ാമത്തെ ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following are the key features of National Ganga River Basin Authority, that is NGRBA? First statement, river basin is the unit of planning and management. Second statement, it spearheads the river conservation efforts at the national level. Third one of the chief ministers of the states through which Ganga flows become the chairman of NGRBA on rotation basis. Okay, അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ഓർഗനൈസേഷൻ വരുന്നത്? നാഷണൽ ഗംഗ റിവർ ബേസിൻ അതോറിറ്റി. ഓക്കെ, നാഷണൽ ഗംഗ റിവർ ബേസിൻ അതോറിറ്റി. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, റിവർ ബേസിൻ ഈസ് ദ യൂണിറ്റ് ഓഫ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, റിവർ ബേസിൻ ആണ് എൻ്റെ യൂണിറ്റ് ഓഫ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, നാഷണൽ ഗംഗ റിവർ ബേസിൻ അതോറിറ്റി വെച്ച് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്.
സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇറ്റ് സ്പിയർ ഹെഡ്സ് ദ റിവർ കൺസർവേഷൻ എഫേർട്സ് അറ്റ് ദ നാഷണൽ ലെവൽ. പേരിൽ തന്നെ ഉണ്ട് എന്താണ്, നാഷണൽ ഗംഗാ റിവർ ബേസിൻ അതോറിറ്റിയാണ്. സോ എന്താണ്, റിവർ ബേസിനെ നാഷണൽ ലെവലിൽ കൺസർവ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും. സോ അതും എന്തായിരിക്കും, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 1 ഉം 2 ശരിയായി. അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം, അതുപോലെ എന്താണ് ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് നോക്കിയേ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, one of the chief ministers of the states through which the Ganga flows become the chairman of NGBRA on rotation basis. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ എന്താണ്, കുറച്ച് എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അതായത് എന്താണ്, ഗംഗ പാസ് ചെയ്യുന്ന ഓരോ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും എന്ത്, ഇതിൻ്റെ ചെയർമാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, കാരണം ഇതൊരു നാഷണൽ പ്രോഗ്രാമാണ്. ഓക്കെ, സെൻട്രൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്താണ്, ഒരിക്കലും സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റേഴ്സിന് എന്താണ് അതിൻ്റെ ചെയർമാൻ ആവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, ആ ഒരു ഇതിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നാഷണൽ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഗംഗ പാസ് ചെയ്യുന്ന സ്റ്റേറ്റ്സിലെ ചീഫ് മിനിസ്റ്റേഴ്സിനെ റൊട്ടേഷൻ ബേസിലാക്കി എന്താണ്, അത് അത്രയും പ്രോപ്പറായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ട് എന്താണ്, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏത് ആൻസർ കിട്ടും? ഓപ്ഷൻ എ 1 and 2 only ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ നാഷണൽ ഗംഗാ റിവർ ബേസിനെ പറ്റി നോക്കാം. ഗംഗാ ബേസിൻ റിവർ അതോറിറ്റിയെ പറ്റി ജസ്റ്റ് നോക്കാം. ഇത് ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്? 2009 എസ്റ്റാബ്ലിഷ്ഡ് ആയത് അണ്ടർ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, അണ്ടർ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? ടു എൻഷുർ ദ കോംപ്രിഹെൻസീവ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഫോർ ദ ഗംഗാ റിവർ. ഓക്കെ, കോംപ്രിഹെൻസീവ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഫോർ ഗംഗാ റിവർ. അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് 2009 എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 വഴിയാണ്. എന്തിനു വേണ്ടി? ടു എൻഷുർ കോംപ്രിഹെൻസീവ് പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് റിവർ ഗംഗ. ഇനി ഏത് മിനിസ്ട്രിയുടെ കീഴിലായിരിക്കും ഇത് വരുന്നത്? നോർമലി നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ജൽ ശക്തി. ഓക്കെ, മിനിസ്ട്രി ഓഫ് ജൽ ശക്തി. അപ്പോൾ നമ്മൾ മിനിസ്ട്രി പറഞ്ഞു ഏതാണ്? മിനിസ്ട്രി ഓഫ് ജൽ ശക്തി. ഓക്കെ, മിനിസ്ട്രി ഓഫ് ജൽ ശക്തിയാണെന്ത്, ഇതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത്. ഇത് കൂടാതെ എന്താണ് നമ്മൾ പറഞ്ഞു, ഇത് ചെയർ ചെയ്യുന്നത് എന്താണ്, ചീഫ് മിനിസ്റ്റേഴ്സ് അല്ല, PM ആണ്. ഓക്കെ, ഒരു കൺട്രിയുടെ PM ആണെന്ത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ PM ആണെന്ത് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഗംഗ പാസ് ചെയ്ത് പോകുന്ന സ്റ്റേറ്റ്സിലെ മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും എന്ത് ഇതിൻ്റെ മെമ്പേഴ്സ് പറയുന്നത്. അതായത് ഏതൊക്കെ സ്റ്റേറ്റിലായിരിക്കും? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, ഫൈനലി വെസ്റ്റ് ബംഗാൾ. സോ ഇത്രയും സ്റ്റേറ്റ്സിലെ ചീഫ് മിനിസ്റ്റേഴ്സ് ആയിരിക്കും എന്ത് ഇതിൻ്റെ മെമ്പേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? നാഷണൽ ഗംഗാ റിവർ ബേസിൻ അതോറിറ്റിയുടെ ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കുക, ആരൊക്കെയാണ് മെമ്പേഴ്സായിട്ട് വരുന്നത് നോക്കുക, ചെയർമാൻ ആരാണെന്ന് നോക്കുക, അതുകൂടെ ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെ ഗംഗ പാസ് ചെയ്യുന്നതെന്ന് നോക്കുക. ഓക്കെ, അതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് എന്താണ് റീസെൻ്റായിട്ട് ഗംഗയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും മിഷൻസോ അല്ലെങ്കിൽ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ക്ലീൻ ഗംഗ പ്രൊജക്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പുതുതായിട്ട് എന്താണ് വന്നിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ് അതുകൂടി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവുക. Next question, 24. Why does the government of India promote the use of neem-coated urea in agriculture? Option A, release of neem oil in the soil increases nitrogen fixation by the soil microorganisms. Option B, neem coating slows down the rate of dissolution of urea in the soil. Option C, nitrous oxide, which is a greenhouse gas, is not at all released into the atmosphere by crop fields. Option D, it is a combination of weedicide and a fertilizer for particular crops. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കി, വൈ ഡസ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൊമോട്ട് ദ യൂസ് ഓഫ് നീം കോട്ടഡ് യൂറിയ? ഓക്കെ, ഇവിടെ കൺസെപ്റ്റ് വരുന്നത് എന്താണ്? നീം കോട്ടഡ് യൂറിയ. അഗ്രികൾച്ചറിൽ നീം കോട്ടഡ് യൂറിയയുടെ എന്തുകൊണ്ടാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചേക്കുന്നത്. അതിൽ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. എന്തുകൊണ്ട്? നീം കോട്ടിംഗ് സ്ലോസ് ഡൗൺ ദ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് യൂറിയ ഇൻ ദ സോയിൽ. ഓക്കെ, നീം കോട്ടിംഗ് എന്താണ്? നമ്മുടെ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് യൂറിയ, സോയിലിലേക്കുള്ള യൂറിയയുടെ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ എന്താണ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം നീമിന് എന്തുണ്ട്? നീം ഹാസ് ദ property that check and slow down the process of nitrate formation. Okay, അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ഇതിന് നമ്മൾ എന്ത് നീം കോട്ടഡ് യൂറിയ യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചറിൽ. ഓക്കെ, ബിക്കോസ് നീം ഹാസ് ദ പ്രോപ്പർട്ടി that check and slow down the process of nitrate formation. Nitrate formation ഉള്ള പ്രോസസ്സിനെ എന്താണ് സ്ലോ ഡൗൺ ചെയ്യാനും അതിൻ്റെ എന്താണ് ബാക്കി പ്രോപ്പർട്ടി കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി എന്തിനുണ്ട്? നീമിന് ഉണ്ട്. സോ അതുകൊണ്ടാണ് എന്ത് നീം കോട്ടഡ് യൂറിയ അഗ്രികൾച്ചറിൽ യൂസ് ചെയ്യുന്നത്. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. നീം കോട്ടിംഗ് സ്ലോസ് ഡൗൺ ദ റേറ്റ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് യൂറിയ ഇൻ ദ സോയിൽ. ഓക്കെ, സോ ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. First one, the chief secretary in a state is appointed by the governor of that state.
Second statement, the chief secretary in the state has a fixed tenure. Which of the following statements given above is or are correct? Option A, 1 only. Option B, 2 only. Option C, both 1 and 2. Option D, neither 1 nor 2. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ദ ചീഫ് സെക്രട്ടറി ഇൻ എ സ്റ്റേറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, ചീഫ് സെക്രട്ടറി അപ്പോയിൻറ്റ് ചെയ്യുന്ന ഗവർണർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരായിരിക്കും? എപ്പോഴും ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത് CM ആയിരിക്കും. ഓക്കെ, ചീഫ് സെക്രട്ടറി ചൂസ് ചെയ്യുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കും, CM ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ചീഫ് സെക്രട്ടറി എന്ന് വെച്ചാൽ എന്താണ്? CS എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്റ്റേറ്റിലെ ഹയസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ആളാണ്. ഓക്കെ, ഹയസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനാണ് എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി അല്ലെങ്കിൽ CS എന്ന് പറയുന്നത്. സോ അതുകൂടാതെ എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണെന്ന് മനസ്സിലായി. കാരണം ചീഫ് സെക്രട്ടറി അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? ഗവർണർ അല്ല, CM ആണ്. ഓക്കെ, സെലക്ട് ചെയ്യുന്നത് CM ആണ്. നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ദ ചീഫ് സെക്രട്ടറി ഇൻ എ സ്റ്റേറ്റ് ഹാസ് എ ഫിക്സഡ് ടെന്യൂർ. ചീഫ് സെക്രട്ടറിക്ക് ഫിക്സഡ് ടെന്യൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. കാരണം ചീഫ് സെക്രട്ടറിക്ക് എന്താണ്? ഫിക്സഡ് ടെന്യൂർ ഇല്ല. ഓക്കെ, ദർ ഇസ് നോ ഫിക്സഡ് ടെന്യൂർ. ഓക്കെ, ദർ ഇസ് നോ ഫിക്സഡ് ടെന്യൂർ. അപ്പോൾ ചീഫ് സെക്രട്ടറി എന്താണ്? ഹയസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ്, അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനാണെന്ന് പറഞ്ഞു. സെലക്ട് ചെയ്യുന്ന ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്. സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കും എന്ത് ചീഫ് സെക്രട്ടറി സെലക്ട് ചെയ്യുന്നത്. അതുകൂടാതെ എന്താണ്? ഒരു ഫിക്സഡ് ടെന്യൂർ ഇല്ല. പക്ഷേ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ എന്താണ്? ഒരു റെക്കമെൻഡേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? ചീഫ് സെക്രട്ടറിയുടെ ടെന്യൂർ 3 to 4 years വേണമെന്ന് എന്താണ് ഒരു റെക്കമെൻഡേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് നോട്ട് ഇംപ്ലിമെൻറ്റഡ് ടിൽ നൗ. ഓക്കെ, അപ്പോൾ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണെന്ന് മനസ്സിലാവും. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി, നെയ്തർ 1 nor 2. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താണ് താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്.